ഷോ. പതിവില് നേരത്തെ ആയിപ്പോയല്ലേ, എല്ലാം നഷ്ടപ്പെട്ട ഈ പോക്ക്. പണം വേണമെങ്കിൽ ഞാൻ തരാം, നാളെയും വീട്ടിയാ മതി. ഗോവിന്ദ, മൂപ്പിലാൻ ഒത്തിരി സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ, കുറച്ചുകൂടെ കരുതാമായിരുന്നില്ലേ? അതേടാ, എന്താ സംഭവിച്ചിട്ടുണ്ട്. നിനക്ക് മതിയായില്ലെങ്കിൽ എടുത്തോ, ഇനിയും വേണോ? വേണോടാ? വേണ്ട ഗോവിന്ദ, വേണ്ട വേണ്ട, ഒന്നും ചെയ്യരുത്. വിടാൻ, 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 വിടാൻ. ഇനി വല്ലതും വേണോടാ നിനക്ക്? ഇനി വല്ലതും വേണോ? വേണോടാ ഗോവിന്ദന്റെ ചോര? വേണോ? വേണോടാ? നിനക്ക് വേണോടാ? ആർക്കാടാ വേണ്ട ഗോവിന്ദന്റെ ചോര? എടുത്തോടാ. മോളെ, ഈശ്വരൻ എന്റെ മോളെ രക്ഷിക്കട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും എന്റെ മോൾക്കുണ്ടാവും. ഇനി എന്റെ മോൾക്ക് തരാൻ അച്ഛന്റെ കയ്യിൽ ഇതുകൂടിയേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് സർ. കള്ളന്മാരെ പിടിക്കുന്നതിലും പ്രയാസമാണല്ലോ അപ്പുക്കുട്ട തന്നെ ഒന്ന് പിടിക്കാൻ. യെസ് സർ. തന്നെ എനിക്കിപ്പോ അർജന്റായിട്ടൊന്ന് വേണം. ഒരു ചെറിയ കേസാ, പക്ഷെ തന്റെ ഫുൾ അറ്റൻഷൻ വേണം. ഐജിക്ക് നേരിട്ട് എന്ന പരാതിയാ. താൻ കേട്ടിട്ടില്ലേ, പേരെടുത്ത ഒരു പാട്ടുകാരി ഉണ്ടല്ലോ, പോപ്പ് മ്യൂസിക്കാരി മെർലിൻ. യെസ് മെർലിൻ സർ, കേട്ടിട്ടുണ്ട്. ഏതോ ഒരു ചെറുപ്പക്കാരൻ അവരെ സ്ഥിരമായി ശല്യപ്പെടുത്തുന്നു. അവർക്ക് പ്രോഗ്രാം നടത്താൻ പറ്റുന്നില്ല, എവിടെ പോയാലും അവൻ പിറകെ നടക്കുക അത്രേ. ഏതോ ഒരു രമേശ്. വല്ല മെന്റൽ കേസുമായിരിക്കും, അല്ലെങ്കിൽ കഞ്ചാവ്. താൻ കണ്ടിട്ടുണ്ടോ മെർലിനെ? നോ സർ. ഷീസ് ടു യങ്. ചെറുപ്പക്കാരിയാണ്. തൊപ്പി ഊരിക്കോട്ടെ സർ. എന്തോ? തൊപ്പി ഊരിയിട്ട് പറയട്ടെ സാർ. വേണ്ട, ഒഫീഷ്യലായിട്ട് പറഞ്ഞാൽ മതി. യെസ് സർ. എന്നാ പറഞ്ഞോളൂ. അല്ല, അവര് ചെറുപ്പക്കാരിയാവുമ്പോ അവൻ പുറകെ നടക്കുന്നതിന്റെ ഉദ്ദേശം ലതു തന്നെ ആയിരിക്കുമല്ലോ. താൻ കവടി നിരത്തണ്ട. യെസ് സർ. ഈ മെർലിൻ ഒരു പ്രോഗ്രാമിനായി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ സർ. അവര് ഗസ്റ്റ് ഹൗസിലാണ് താമസം. വെരി ഗുഡ്. താൻ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. ഓക്കെ സർ. പേനയോടെ വെച്ചേക്ക്. ഏ ഇപ്പൊ മേശപ്പുറത്ത് അടിച്ച പേന എവിടെ വെയ്. എന്താ അത് വലത്തെ പോക്കറ്റ് മുഴിച്ചിരിക്കുന്നുണ്ടല്ലോ? എടുക്കെടുക്ക്, എടുക്കടോ. എന്താടോ ഇത് കൊച്ചു പിള്ളേരെ പോലെ പീപ്പിയും പേരക്കയും? ഇതാ പോക്കറ്റടിക്കാരൻ വാസുവിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് കിട്ടിയാണ് സർ. തനിക്കിത് എന്തിന്റെ അസുഖ? ഇൻവെസ്റ്റിഗേഷന്റെ തുമ്പ് എവിടുന്നാ കിട്ടാന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ സർ. ഓഹോ, ദേ അവിടെ ചെന്ന് മെർലിന്റെ ഒന്ന് തപ്പരുത്, പറഞ്ഞേക്കാം. തനിക്കൊരു വിചാരമുണ്ട്, താൻ വലിയ സുന്ദരനാണ്. എന്നാലല്ല. പക്ഷെ മെർലിൻ കാണാൻ കുറച്ച് സുന്ദരിയാണ്. താൻ അവിടെ കയറി ചെത്തി വാരിക്കളയരുത്. തൊപ്പി ഊരിക്കോട്ടെ സർ. ഊരിക്കോ. മോനെ ബാബുക്കുട്ട എന്താ പറഞ്ഞത്? ചെത്തി എന്താ വാരരുതെന്നാ? എന്താ 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 തനിക്ക് പണ്ടേ അറിയാലോ. എടോ, എന്നെ കണ്ട ഏത് പെണ്ണൊന്ന് വാരും ചെത്തും. താൻ കുറച്ച് വെളുത്തിട്ടാണെന്നല്ലേ ഉള്ളൂ, പക്ഷെ സ്മാർട്ട് മാത്രമല്ല, ഈടായിട്ട് വെളുത്തവരെ പെണ്ണുങ്ങൾക്ക് വലിയ താല്പര്യമില്ലെന്നാ പറഞ്ഞു കേൾക്കുന്നത്. ഇടോ, ഞാനും കുറെ ചെത്തിയിട്ടുള്ള, അതിന്റെ പകുതി താൻ ചെത്തിയിട്ടുണ്ടോ? അത് പോട്ടെ,
താൻ ആരെ ചെത്തിയെന്നായി പറയുന്നത്? അറിഞ്ഞൂടാ? ഉം, ഉം. ട്രീസ, ശുഭ, KP ധനലക്ഷ്മി. അതൊക്കെ ഞാൻ ചവച്ചു തുപ്പിയ കേസുകൾ. ആ, പിന്നെ. തൊപ്പിയിട്. യെസ്, കമിൻ. സാർ 4 മണിക്കാണ് കോൺഫറൻസ്. ഞാൻ റെഡി ആയിക്കൊള്ളാം. ഫയൽ എടുത്തോളൂ. മിസ്റ്റർ അപ്പക്കുട്ടൻ, Sir. 2 മണിക്കൂറിനുള്ളിൽ എനിക്ക് ഇതിന്റെ റിപ്പോർട്ട് കിട്ടണം. Yes, sir. അവർക്ക് വേണ്ട സെക്യൂരിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കും. Okay, sir. പോയിക്കോളൂ. ഉം. ഇതാണോ പോപ്പ് മ്യൂസിക്കാരി മെർലിന്റെ ഗസ്റ്റ് ഹൗസ്? അതെ. താനെന്തിനാണ് അവരുടെ പുറകെ ഇങ്ങനെ തൂങ്ങി നടക്കുന്നത്? താനെന്തിനാണ് അവരുടെ പുറകെ ഇങ്ങനെ തൂങ്ങി നടക്കുന്നതെന്ന്? ഞാൻ അവരുടെ മേക്കപ്പ് മാനാണ് സാർ. മേക്കപ്പ് ആണെന്ന് മനസ്സിലായി. പക്ഷെ മുഖത്ത് പ്രായവും വരുത്തി ഒരു കൊടവയറും ഫിറ്റ് ചെയ്താൽ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? രമേശ, ഐജിക്കാണ് പരാതി. തന്റെ വിളച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. പീറ്ററെ ഒന്നും വന്നേ. എന്തൊക്കെ പ്രശ്നം നോക്കിയേ. എന്താ സാർ? അപ്പക്കുട്ടൻ, CI അപ്പക്കുട്ടൻ. ഇയാളാരാണ്? എന്താണ് പേര്? പീറ്റർ. ഒന്നുകൂടെ നോർത്ത് നോക്കിയ വല്ല രമേശൻ എന്നോ മറ്റാണോ ശരിക്കുള്ള പേര്? മിസ്റ്റർ പീറ്റർ? അല്ല സാർ, ഞാൻ പീറ്റർ, ഗിറ്റാറിസ്റ്റ്. ഗിറ്റാറിസ്റ്റ് ആണ്. ഇതൊക്കെ കൂടി കണ്ടപ്പോ എനിക്ക് മിസ് മെർലിനെ ഒന്ന് കാണണമല്ലോ മിസ്റ്റർ പീറ്റർ. അതെന്താ സാർ, കാണാലോ. യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പറയൂ. ഇവിടുന്ന് ഒരു പരാതി അയച്ചിരുന്നല്ലോ ഐജിക്ക്. കമ്മീഷണർ അതിന് അന്വേഷണ ചുമതല എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പുക്കുട്ടനല്ലേ? അതെ. എന്താ എങ്ങനെ മനസ്സിലായി? കമ്മീഷണർ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിരുന്നു. മിസ്റ്റർ അപ്പുക്കുട്ടന് എന്തൊക്കെയാ അറിയേണ്ടത്? ചോദിച്ചോളൂ. യെസ് മാഡം, ആദ്യമായിട്ട് രമേശനെ കാണുന്നത് എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഒക്കെ ഒന്ന് വിശദമായിട്ട് അറിഞ്ഞാൽ കൊള്ളാം. 2 മാസങ്ങൾക്ക് മുമ്പ് ഡൽഹി വെച്ചായിരുന്നു ഞാൻ അയാൾ ആദ്യമായി കാണുന്നത്. യെസ്. തുടരെയുള്ള കുറെ മ്യൂസിക് പ്രോഗ്രാംസുമായിട്ട് ഞാനന്ന് ഡൽഹി ക്യാമ്പ് ചെയ്യായിരുന്നു. ഒരു ദിവസം അതിരാവിലെ പതിവ് പോലെ ഞാൻ ജോഗിങ്ങിന് ഇറങ്ങിയതാ. ഇടയ്ക്ക് കുറെ ചെന്നപ്പോ ആരും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നി. ഏറെ ദൂരം ചെന്നിട്ടും അയാൾ പിന്മാറുന്ന ലക്ഷണം കണ്ടില്ല. ഞാൻ വഴിമാറി ഓടിയിട്ടും അയാൾ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. എങ്കിൽ എന്താണ് കാര്യമെന്ന് അറിയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. Why do you follow me? ഞാൻ വെറുതെ പിന്നെ ഓ, മലയാളിയാണല്ലേ. എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നേ? ഇത് എന്റെ ഹെയർ പിൻ ആണല്ലോ. ഇത് തരാനായിരുന്നു, മാഡത്തിന്റെ കയ്യിൽ നിന്ന് പോയതാ. ഓ, ഇതിനാണോ? ഞാൻ ഭയന്നു പോയി. വല്ല ക്രിമിനൽസും ആണോന്ന്. ഡൽഹിയല്ലേ. മാഡം അങ്ങനെയൊക്കെ സംശയിക്കുന്നു ഞാനും ഭയന്നായിരുന്നു, അതുകൊണ്ടാണ് അറച്ചത്. താങ്ക് യു. ഞാൻ മാഡത്തിന്റെ ഒരു ആരാധകനാ, മിക്ക പ്രോഗ്രാംസും അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓ, എന്താ പേര്? രമേശ്. രമേശ് എന്ത് ചെയ്യുന്നു? ഞാനൊരു എക്സ്പോർട്ടറാ ഹാൻഡിക്രാഫ്റ്റ്സിന്റെ. ഇന്നുണ്ടല്ലേ പ്രോഗ്രാം? അതെ, എന്താ വരുന്നോ? അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്ങനെ ഗസ്റ്റ് ആയിട്ട് വന്നോളൂ. ബൈ. താങ്ക് യു. അന്ന് പ്രോഗ്രാം കഴിഞ്ഞ് അയാൾ എങ്ങനെയോ സ്റ്റേജിനകത്ത് കയറി. എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അയാൾ. വളരെ മര്യാദയോടെ അയാൾ എന്നെ ഒരു ഡിന്നറിന് ക്ഷണിച്ചു. എനിക്ക് വല്ലാതെ മടി തോന്നി. എന്തൊക്കെ പറഞ്ഞിട്ടും അയാൾ ഒരുപാട് നിർബന്ധിച്ചു, അപേക്ഷിച്ചു. ഒടുവിൽ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. പ്ലീസ് കം. ഇരിക്ക. ആ ഇരിക്കുന്നത് മെർലിനല്ലേ? അതെയല്ലോ. വാ, നമുക്കൊന്ന് പോയി പരിചയപ്പെടാം.
ഹലോ മാഡം, ഹവായു? ഐ എം ഫൈൻ. ഞങ്ങളൊക്കെ മാഡത്തിന്റെ ഫാൻസ് ആണ്. ആഹാ. മാഡം താജിലല്ലേ താമസിക്കുന്നത്? അതെ. പ്ലീസ് ഹാവ് സംതിങ് വിത്ത് us, മാഡം. നോ നോ, ഇപ്പൊ ഒന്നും വേണ്ട. ഐ എം സോറി, പ്ലീസ്. മാഡത്തിന് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഒരു മിനിറ്റ്, ഞങ്ങളോടൊപ്പം എന്തെങ്കിലും. നോ പ്ലീസ്. പ്ലീസ് മാഡം, വന്നേ പറ്റൂ. സോറി. ഒന്ന് തൊട്ടോട്ടെ മാഡം. വാട്ട്സ് ദിസ്? എനി പ്രോബ്ലം? ഏയ് രമേശ്, നിങ്ങളാരാ? ഔട്ട്. ഔട്ട് ഐ സേ. രമേശ്, ഞങ്ങൾ അവരുടെ ഫാൻസ് ആണ്. മാറോ. ഞങ്ങൾ അവരോട് സംസാരിക്കുന്നത് ആനന്ദനെ വളരെ- രമേശ്, please, വരൂ. ആരാണ് പറഞ്ഞത്? രമേശ്, എന്താ ഇത്? Please, രമേശ്, വേണ്ട. നമുക്ക് പോവാം, വാ. വരൂ. ഛെ, രമേശ് എന്ത് പണിയെ കാണിച്ചത്? എന്റെ ഫാൻസിനോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ? രമേശിന് ഇടപെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? മോശമായി പോയി. എന്റെ ഈ പ്രൊഫഷനിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. എന്റെ പ്രൊഫഷനാണ് എനിക്കെല്ലാം. മൈ ഗോഡ്, മൈ മദർ. ഒരിക്കലും അവരോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. ഐ എം സോറി. വിരോധമില്ല, ഞാൻ പോയി അവരോട് മാപ്പ് പറഞ്ഞിട്ട് വരാം. അതാ നല്ലത്. മാഡം, ഇത് കണ്ടില്ലേ? മാഡത്തിന്റെ കൂടെ വന്നാൽ മുഴു ഭ്രാന്തന. വട്ട, അയക്ക് വട്ട. മെർലിൻ എന്നതാണോ? അവളെ നോക്കുന്നവന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പ്ലീസ് അറേഞ്ച് മീ ടാക്സി. അന്ന് എനിക്ക് ആകപ്പാട് വല്ലാണ്ട് തോന്നി. ഛേ, എന്ത് ബുദ്ധിമോശാ ഞാൻ കാണിച്ചത്. അധികം ഒന്നും പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരന്റെ കൂടെ ഒറ്റയ്ക്ക് ഡിന്നറിന് പോവുക. എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. അന്ന് അല്പനേരം കഴിഞ്ഞപ്പോ എനിക്ക് റിസപ്ഷനിൽ നിന്നൊരു കോൾ വന്നു. ഡൽഹി പോലീസ് എന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന്. വന്നോളാൻ ഞാൻ പറഞ്ഞു. യെസ്, കം ഇൻ. അവർ 4 പേരുണ്ടായിരുന്നു. രമേശിനെ കുറിച്ച് അറിയാനായിരുന്നു അവർ വന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും അറിയില്ല, വളരെ കുറച്ചു ദിവസത്തെ പരിചയമേ ഉള്ളൂ എന്ന്. അവർക്ക് രമേശിന്റെ അഡ്രസ്സ് വേണമായിരുന്നു. ഭാഗ്യത്തിന് എൻ്റെ അടുത്ത് 3-4 ഫോൺ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഞാനത് അവർക്ക് കൊടുത്തു. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കണമെന്ന് അവരെന്നോട് പറഞ്ഞു. എനിക്ക് വീണ്ടും ടെൻഷനായി. പോകാൻ നേരത്ത് ഞാൻ അവരോട് വിളിച്ചു ചോദിച്ചു, ഇനി രമേശ് എന്നെ കാണുകയോ വിളിക്കുകയോ ചെയ്താൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഭയപ്പെടേണ്ട, സ്റ്റേഷനെ അറിയിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവർ പോയി. പക്ഷേ എനിക്ക് ആകപ്പാടെ ഭയമായിരുന്നു. ഹലോ മെർലിൻ, ഞാൻ രമേശാണ്. സംഭവിക്കാൻ പാടില്ലാത്തൊക്കെയാണ് സംഭവിച്ചത്. ഞാൻ കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായതിൽ എനിക്ക് ഖേദമുണ്ട്. ഏതായാലും നടന്നതെല്ലാം മറന്നേക്കുക. ഈ രാത്രിയെ മറന്നേക്കുക.
പ്ലീസ് എന്നോട് ഒരല്പം പോലും വെറുപ്പ് തോന്നരുത്. രമേശ് ഇപ്പൊ എവിടുന്ന വിളിക്കുന്നേ? ഹോട്ടലിന്റെ അടുത്തുള്ള ഒരു ബൂത്തിൽ നിന്നാണ്. ഞാനിവിടെ വന്നപ്പോ മെർലിൻ പോലീസുകാരോട്ട് സംസാരിക്കായിരുന്നു കോറിഡോറിൽ. തൊട്ടടുത്ത് തന്നെ ഞാനും ഉണ്ടായിരുന്നു. ഒരു റെഡ് കളർ നൈറ്റിയല്ലേ ഇട്ടിരുന്നത്, ഞാൻ കണ്ടു. പക്ഷേ അതിന്റെ പിന്നെ 2 ഹുക്കിടാൻ മെർലിൻ മറന്നുപോയിരുന്നു. ഏതായാലും ഞാൻ ഇനി മെർലിനെ ഒരിക്കലും കാണാനോ സംസാരിക്കാനോ ഒന്നും വരില്ല. ഐ എം സോറി ഫോർ എവറിത്തിങ്. ഗുഡ് ബൈ. കമ്മീഷണർ ഈ പെറ്റീഷന്റെ കാര്യം എന്നെ തന്നെ ഏൽപ്പിച്ചപ്പോ ഞാൻ കരുതി ഈ രമേശൻ വല്ല കടുവയോ പുലിയോ മറ്റോ ആയിരിക്കുമെന്ന്. ഇതിപ്പോ ഇത്രയല്ലേ ഉള്ളൂ കാര്യം. ഹ്, ഇത് ചെറുപ്പത്തിന്റെ ഒരു ഗോഷ്ടി എന്നങ്ങ് വിചാരിച്ചാ പോരെ IG വരെ പോയൊരു പെറ്റീഷൻ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവൻ അന്നേ ഗുഡ് ബൈ പറഞ്ഞു പോയില്ലേ, പിന്നെന്താ പ്രശ്നം? അവനെ പിന്നെ കണ്ടിട്ടില്ലല്ലോ. കണ്ടു. എപ്പോ? അതിന്റെ തൊട്ട് പിറ്റേന്ന്. പിറ്റേന്നോ? എവിടെ വെച്ച്? ഡൽഹി എയർപോർട്ടിൽ വെച്ച്. അതെങ്ങനെ? പിറ്റേ ദിവസം തന്നെ ഞാൻ ഡൽഹി പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അന്ന് ഉച്ച കഴിഞ്ഞ് എനിക്ക് ബോംബെക്ക് പോകണമായിരുന്നു. ബോംബെയിൽ എനിക്ക് തുടരെ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് രമേശിന്റെ കേസിൽ നിന്നും എന്നെ ഒഴിവാക്കി തരണമെന്ന് ഞാൻ അവരോട് അപേക്ഷിച്ചു. അവർ സമ്മതിച്ചു. മാത്രമല്ല, എയർപോർട്ടിൽ ഡ്യൂട്ടിയിലുള്ള 2 പോലീസുകാരെ എനിക്ക് പരിചയപ്പെടുത്തി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. പക്ഷേ അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞങ്ങൾ എല്ലാവരും നല്ല ജോളി മൂഡിലായിരുന്നു. Merlin Fernandez, passenger to Bombay, please contact enquiry counter immediately. I repeat, Merlin Fernandez, passenger to Bombay, please report to the enquiry counter immediately. I'm Merlin Fernandez. Yeah, there's a call for you. Hello? മെർലിൻ, ഇത് ഞാനാണ്. മെർലിൻ പുറപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ട് 1 മണിക്കൂറേ ആയുള്ളൂ. നേരിൽ വന്ന് ഗുഡ് ബൈ പറയണമെന്നൊരാഗ്രഹം. എത്ര ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഞാൻ മെർലിന്റെ അടുത്തേക്കൊന്ന് വന്നോട്ടെ, പ്ലീസ്. ഇപ്പൊ രമേശ് എവിടുന്ന വിളിക്കുന്നത്? ഞാൻ അടുത്ത് തന്നെ ഉണ്ട്, വലതുവശത്തെ ബുക്ക് സ്റ്റാളിൽ. മെർലിൻ എന്നോട് പൊറുക്കണം. ഞാൻ ശല്യപ്പെടുത്താൻ വന്നതല്ല, എന്നെ വിശ്വസിക്കണം. ഒരുപാട് ആരാധന കൂടിപ്പോയതുകൊണ്ടാണ് ഇന്നലെ അങ്ങനെയൊക്കെ. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, തീർച്ച. ഒരു കാലവും മുന്നിൽ വരാതിരിക്കാൻ ആവുന്നത്ര ഞാൻ ശ്രമിക്കാം. പക്ഷേ മെർലിൻ എന്നെ വെറുക്കരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ അവരെല്ലാം കൂടി ചെയ്തതാ. ഞാൻ തന്നെയാ തുന്നിക്കെട്ടിയത്. വല്ലാതെ വേദനയുണ്ട്. ഞാൻ പോയിക്കോട്ടെ. ഇവൻ ആള് മോശമല്ലല്ലോ. ഇവൻ ചില്ലറക്കാരനല്ലെന്ന് ഞാൻ അച്ചിട്ട് പറയാം. ലക്ഷണം കേട്ടിട്ട് ഒരു ബഹുരാഷ്ട്ര ക്രിമിനലിന്റെ മണം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഡൽഹിയിലെ പിള്ളേര് പറഞ്ഞതുപോലെ തനി വട്ട്. ആട്ടെ, അന്ന് എയറോഡ്രോമിൽ വെച്ച് ഇനി ഒരിക്കലും തമ്മിൽ കാണില്ലെന്നാണല്ലോ പറഞ്ഞത്. അതെ. എന്നിട്ട് അവൻ പിന്നീട് കണ്ടോ? കണ്ടു. അന്ന് വൈകിട്ട് ബോംബെയിൽ വെച്ച്. കൊള്ളാം. തരിക്കുന്നുണ്ട്, എന്റെ കൈ തരിക്കുന്നുണ്ട്. കുറെ കാലമായി ഇതുപോലൊരു തിരുമാലി എന്റെ കൈ കെട്ടിയിട്ട്. എന്നിട്ട് കേൾക്കട്ടെ. ബോംബെയിലേത് ഒരു പ്രസ്റ്റീജിയസ് ഫംഗ്ഷൻ ആയിരുന്നു. 7 സ്റ്റാർസിന്റെ ആനുവൽ ഡേ ഫംഗ്ഷൻ. ഞങ്ങൾ എല്ലാവരും നല്ല മൂഡിലായിരുന്നു. മതിമറന്ന് പാടി, മതിമറന്നാടി.
ഈ ആകാശം പോലെ മെർലിൻ എന്നെ പൊതിയണം. പൊതിഞ്ഞിട്ട് പറയണം എന്നെ ഇഷ്ടമാണെന്ന്. എന്റെ രക്തത്തിന്റെ ആവശ്യമാണത്. ഇന്ന് രാത്രി 11:30 മണിക്ക് ഞാൻ മെർലിനെ വിളിക്കും. ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ. കുരുതി ഞാൻ അവനെ. ചോര മണക്കുന്നു മാഡം. ഇത് ചോര കൊണ്ടാ എഴുതിയിരിക്കുന്നത്. മാഡം ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ മതി. ഇന്ന് തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഇനി ഒരിക്കലും അവൻ നമ്മുടെ പ്രോഗ്രാമിന് വരരുത്. ആടിച്ച് കാല് രണ്ടും ഒടിക്കണം. പക്ഷെ ഒക്കെ ഒരു കരുതലോടെ വേണം. നാളെ പത്രത്തിലൊന്നും വാർത്ത ഹലോ മർലിൻ, ഞാൻ രമേശാണ്. ആ രമേശ്, പിന്നെ രമേശിനെ എനിക്കൊന്ന് കാണുമായിരുന്നല്ലോ. കാണാലോ മർലിൻ, എപ്പോ വേണമെങ്കിലും കാണാലോ. ഇന്ന് തന്നെ ഒന്ന് കാണാൻ പറ്റുമോ? മർലിൻ പറയുന്ന ഏത് നിമിഷത്തിലും ഞാൻ റെഡിയാണ്. എങ്കിലാ പോർട്ടേരിയല്ലേ, അവിടെ വരൂ ഒരു 12 മണിക്ക്. ഞാനവിടെ കാത്തു നിൽക്കാം. എനിക്ക് ഏറെ സംസാരിക്കാനുണ്ട്. ഞാൻ വരും മർലിൻ, തീർച്ചയായിട്ടും വരും. വരാന്ന് പറഞ്ഞു. വാ, വേഗം വാ, ഉടനെ പോകാം. സുന്ദരം, നമുക്ക് ഒരുമിച്ച് പോവാം. മെർലിൻ, ഇത് ഞാനാണ് രമേശ്. മെർലിൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ മെർലിൻ? കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു അല്ലേ? ഐ ആം സോറി. രമേശ് ഇത് എവിടുന്നാ? ഇങ്ങോട്ട് വരൂ. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലേ ഞാൻ വരൂ. എനിക്ക് മെർലിനെ ഇഷ്ടമാണ്. മെർലിൻ എന്നെ ഇഷ്ടപ്പെടണം, എന്നാലേ ഞാൻ വരൂ. പറയൂ എന്നെ ഇഷ്ടമാണെന്ന്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയണല്ലേ? ഒരു കാലവും നിന്നെ ഞാൻ ഇഷ്ടപ്പെടില്ല. എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. ചോണയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. ഇന്ന് രാത്രി എനിക്ക് എല്ലാം തീർക്കണം. വാ, വരാൻ. ഞാൻ വരില്ല. മെർലിൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വരില്ല. നീയല്ലേ പറഞ്ഞു നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്? അത് സത്യമാണെങ്കിൽ ഇങ്ങോട്ട് വാ, വരാൻ. മെർലിൻ, ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്കിഷ്ടമാണ് മെർലിനെ. അടിക്കണവനെ. മെർലിൻ അടിക്കരുതെന്ന് പറ മെർലിൻ. ഇത് മെർലിന്റെ ആൾക്കാരല്ലേ? എന്നെ അടിക്കരുതെന്ന് പറ മെർലിൻ. മെർലിന്റെ ആൾക്കാരോട് എന്നെ ഒന്നും ചേരുന്നത് പറ മെർലിൻ, പ്ലീസ്. മെർലിൻ,
കൊല്ലം ഞാൻ. ഇതാണ് മെർലിൻ താമസിക്കുന്ന ഹോട്ടൽ. പോയി സുഖമായി കിടന്നുറങ്ങിക്കോളൂ. സത്യമായും ഞാൻ മെർലിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് മെർലിൻ വിശ്വസിക്കണം. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ എന്നോട് പറയണ എന്നെ ഇഷ്ടമാണെന്ന്. ഞാൻ രാവിലെ 7 മണിക്ക് വിളിക്കും. ഓക്കെ? I'm sorry. Sorry. എന്നിട്ട് 7 മണിക്ക് തന്നെ അവൻ വിളിച്ചോ? ആർക്കറിയാം. അന്ന് രാത്രി തന്നെ ഞാൻ ബോംബെ വിട്ടു. ഈ മനുഷ്യന് ഭയന്ന് എത്ര പ്രോഗ്രാംസാ ഞാൻ ക്യാൻസൽ ചെയ്തത്. ആരും അറിയാതെ എവിടെല്ലാം പോയി ഒളിച്ചു താമസിച്ചു. എങ്ങനെയാണെന്നറിയില്ല. എവിടെ ചെന്നാലും അയാൾ ആ സ്ഥലത്ത് വരും, ഫോൺ ചെയ്യും. പേടിച്ച് ഞാൻ അവിടുത്തെ സ്ഥലം മാറും. ഇങ്ങനെ എത്ര നാളാ. അയാൾ എന്നെ ഒരു നിഴൽ പോലെ പിന്തുടരുകയാണ് ഇപ്പോഴും. എനിക്കും എന്റെ ട്രോപ്പിലുള്ളവർക്കും ജീവിക്കണ്ടേ. എന്ത് വന്നാലും ഇനി എനിക്ക് പ്രോഗ്രാം നടത്തിയേ പറ്റൂ. അയാൾ എന്നെ വിളിക്കരുത്, എന്നെ വന്ന് കാണരുത്, എന്റെ പ്രോഗ്രാമിനും വരരുത്. അതിനുവേണ്ടി ഞാൻ ആ പരാതി തന്നത്. അവൻ വരില്ല, വിളിക്കില്ല, പ്രോഗ്രാം കാണുകയുമില്ല. അതിന് ഞാനാണ് ഉറപ്പ്. ദേ സത്യം. ഹലോ, ഉണ്ടല്ലോ സാറിനാ ഫോൺ. കണ്ടില്ലേ, കമ്മീഷണർ ആയിരിക്കും. ഇനി അവനെ പിടിക്കുന്നത് വരെ രാത്രിയും പകലും ഒക്കെ വിളിയോട് വിളിയായിരിക്കും. യെസ് സർ. ഞാൻ രമേശാണ്. ഞാൻ അറിഞ്ഞു സാറിനാണ് മെർലിന്റെ സെക്യൂരിറ്റിയുടെ ചുമതല എന്ന്. ആയിരിക്കാം സർ. മെർലിൻ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. പിന്നെ നാളെ മെർലിന്റെ പരിപാടികളുടെ തുടക്കമാണല്ലോ. ആ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് മെർലിൻ ഒരു പൂച്ചെണ്ട് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതെന്റെ ഒരു ആഗ്രഹമാണ്. ദയവ് ചെയ്ത് സാർ അതിന് സമ്മതിക്കണം. വന്നോളൂ, പൂച്ചെണ്ട് കൊടുക്കാൻ ധൈര്യമായിട്ട് വന്നോളൂ. എനിക്ക് നിങ്ങളെ മുഴുവനായിട്ടൊന്ന് കാണാലോ. താങ്ക് യു സർ. സാർ, ഞാൻ അവരുടെ ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് സംസാരിക്കുന്നത്. നാളത്തെ പരിപാടിക്ക് മുമ്പ് ഒരു പൂച്ചെണ്ട് കൊടുക്കാൻ വന്നോട്ടെ എന്നവൻ വിളിച്ചു ചോദിച്ചു. ആര്? രമേശ്. വന്നോളാൻ ഞാൻ പറഞ്ഞു. നന്നായി, പിടിച്ചിങ്ങി കൊണ്ടുവന്നേ. ശരി സാർ. മിസ്റ്റർ അപ്പുക്കുട്ടൻ, എന്താ നിങ്ങൾ ഈ കാണിച്ചത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അയാളോട് നിങ്ങൾ എന്തിനാ വരാൻ പറഞ്ഞത്? മാഡം, ഇത് ബോംബെ പോലീസോ ഡൽഹി പോലീസോ ഒന്നല്ല, നമ്മുടെ സംസ്ഥാന പോലീസാണ്. ഞങ്ങൾക്ക് ചില മുറകളും രീതികളും ഒക്കെ ഉണ്ട്. അവൻ നിങ്ങളെ കാണില്ല, നിങ്ങളുടെ പ്രോഗ്രാമും കാണില്ല. എന്താ ഇത്ര ഉറപ്പ്? ഉറപ്പുള്ളത് കൊണ്ട് തന്നെ. ഇല്ലെങ്കിൽ എന്റെ മുഖത്ത് കുത്തി ചോദിച്ചോളൂ. അപ്പോഴേ ഏതായാലും സാർ അയാളോട് വരാൻ പറയണ്ടായിരുന്നു. അവൻ വരുന്നു എന്ന് പറഞ്ഞു, ഞാൻ വന്നോളാൻ പറഞ്ഞു. അവൻ കാശ് മുടക്കി അവന്റെ കഴുത്ത് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പിടിച്ചോളാൻ പറയുമ്പോ, വേണ്ട രമേശ, നീ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നോ, ഞങ്ങൾ വന്ന് നിന്നെ ഓടിച്ചിട്ട് പിടിച്ചോളാം എന്ന് പറയാൻ ഇതെന്താ കള്ളൻ പോലീസും കളിയാ? മാർപ്പാപ്പാനെ കുർബാന പഠിപ്പിക്കണ്ട കേട്ടാ.
സാർ, ഞാനാണ് രമേശ്. എന്നെ ഇവിടെ വരാൻ അനുവദിച്ചതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. എനിക്കതിനേക്കാൾ 10 ഇരട്ടി നന്ദി അങ്ങോട്ടുണ്ട് രമേശ. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിനാ? കൃഷ്ണൻകുട്ടി വിലങ്ങൾക്ക്. അതാണ് ചോദിച്ചത്, എന്തിനാന്ന്. വെക്കണോ വിലങ്ങ്? ഓൺ വാട്ട് ചാർജ്? എന്നാ പിടിച്ചേ, മിസ്റ്റർ രമേശ് അകത്തേക്ക് വിട്ടേക്കൂ. അത് പറ്റില്ലല്ലോ. ഐജിക്ക് പോയ പെറ്റീഷനാണ്. കമ്മീഷണറുടെ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അത് പറ്റില്ലെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട്? അത് പറ. ആ കയ്യിലിരിക്കുന്ന പേപ്പർ സാറൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. കോർട്ടിൽ നിന്നുള്ള ഓർഡറാ, മുൻകൂർ ജാമ്യം. അല്ല, ഇതിപ്പോ എവിടുന്ന് കിട്ടി? അതിനല്ലേ ഞങ്ങൾ ഈ കുപ്പായോട്ട് ബോർഡും തൂക്കിയിരിക്കുന്നത്. രമേശിനെ അകത്തേക്ക് വിട്ടേക്കൂ. അല്ല, ഈ പെൺകുട്ടിയുടെ പ്രോഗ്രാമിന് ഞങ്ങളുടെ പോലീസ് പ്രൊട്ടക്ഷൻ. അതൊക്കെ നമുക്ക് കോടതി പറയാം. കമാൻഡ് രമേശ്, ലെറ്റ്സ് ഗോ. ഞാനിത് മെർലിന് കൊടുക്കുമ്പോ നിയമപരമായി സാറും കൂടെ വേണം. സാർ വാ. അല്ല, വരാതെ പറ്റില്ലല്ലോ. രമേശ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പൂ കൊടുക്കണമെന്ന് നിർബന്ധമാണോ? അതെ. എന്താ? അല്ല, എന്റെ കംപ്ലീറ്റ് ഗ്ലാമർ പോകുന്ന പ്രശ്നമാണേ. പോയിക്കോട്ടെ. ശരിയാ, കോർട്ട് ഓർഡർ ഉള്ളപ്പോ എന്തോന്ന് ഗ്ലാമർ അല്ലേ? ഇതാ മെർലിൻ, ഇപ്പോഴും എന്നോട് ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാൻ തോന്നാത്തത് കഷ്ടമാണ്. ഇതെനിക്ക് മെർലിനോടുള്ള ഇഷ്ടത്തിന്റെയും ആരാധനയുടേതുമാണ്. ഇത് നമ്മുടെ സാധാരണ പൂക്കളില്ലേ, അതാണ്. വാങ്ങിച്ചോളൂ. താങ്ക് യു. പ്രോഗ്രാം കാണുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. ഗുഡ് ലക്ക്. നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് എല്ലാം നമ്മൾ അടച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു കാരണവശാലും രമേശ് ഈ സിറ്റി വിട്ടുപോകാൻ പാടില്ല. ഏത് വിധത്തിലും അയാളെ പിടികൂടുക, അതാണ് പ്രധാനം. എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്യണം, എയറോഡ്രോം ഉൾപ്പെടെ. സിറ്റിയിലെ എല്ലാ ഹോട്ടലുകളും അരിച്ചു പെറുക്കണം. ഹലോ. യെസ് സർ. സർ, ഐജിയാണ്. സർ. ആ ബാബു, ആ കുട്ടിയുടെ പരാതി ഉണ്ടല്ലോ, ആ മെർലിന്റെ പരാതി, അതാ കുട്ടി അങ്ങ് പിൻവലിച്ചു. ഇനി അത് പ്രൊസീഡ് ചെയ്യണ്ട. ബട്ട് സർ, ഐ ഹാവ്. മെർലിൻ പരാതി പിൻവലിച്ചു എന്ന്. നേരിട്ട് വന്നൊരു നന്ദി പറയണം തോന്നി, അതാ വന്നത്. നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ചല്ലേ ആ ബൊക്കയും കൊണ്ട് തന്നിട്ട് അയാൾ എന്റെ പ്രോഗ്രാം കാണാനിരുന്നത്. ഞാൻ എന്റെ പരാതി ഐജിക്ക് നേരിട്ട് കൊടുത്തപ്പോ ആ രമേശ് എന്ന് പറയുന്നവൻ ഒരു കളിക്കുട്ടിയൊന്നും അല്ലാന്ന് മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണമായിരുന്നു. അവൻ അകമ്പടി സേവിച്ച് എന്റെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് നാണല്ലായിരുന്നല്ലോ. മുൻകൂർ ജാമ്യം ഒന്നും പറയണ്ട. ഇന്ന് രാത്രി ഞാൻ രമേശിനെ കാണുന്നുണ്ട്, ഉള്ളു തുറന്ന് സംസാരിക്കുന്നുണ്ട്. ആ കണക്ക് ഞാൻ തന്നെ തീർത്തോളാം. പോലീസിന് ഇനി അതിൽ പങ്കൊന്നും ഇല്ലെന്ന് അറിയിക്കാനും കൂടെയാണ് ഞാൻ ഇവിടെ വന്നത്. താങ്ക്സ്. മിസ് മെർലിൻ, 1 സെക്കൻഡ്. ഇന്നലെ ഒരു കയ്യബദ്ധത്തിന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പുക്കുട്ടൻ യെസ് സർ, ഞാൻ ബാബുവാണ്. ആ മെർലിന്റെ പെറ്റീഷനിൽ പറയുന്ന രമേശല്ലേ സർ? അയാളെ പറ്റി വളരെ നിർണായകമായ കുറെ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. എന്താ അത്? അറിഞ്ഞിടത്തോളം ഈ രമേശ് വളരെ നിഗൂഢതകളുള്ള ഒരു മനുഷ്യനാണ് സർ. അയാൾക്ക് സ്ഥിരമായ ഒരു വീടില്ല, ഓഫീസില്ല, ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല. ആർക്കും അയാളെക്കുറിച്ച് വിശദമായി ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിൽ അയാൾക്കുള്ള ഡിപ്പോസിറ്റ് 40 കോടി രൂപയിലധികം വരും. എല്ലാം ഫോറിൻ മണിയാണ് സർ. എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പോർട്സുമായി അയാൾക്ക് ഒരു ബന്ധവുമില്ല. ഒരുപക്ഷെ അയാൾ ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ ആകാനുള്ള ചാൻസും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഈ സിറ്റി വിടുന്നതിന് മുമ്പ് അവനെ ഒന്ന് ചോദ്യം ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ പ്രൊസീഡ് ചെയ്തോളൂ ബാബു. താങ്ക് യു സർ. അപ്പുക്കുട്ടാ, രമേശും മെർലിനും ഇന്ന് രാത്രി മീറ്റ് ചെയ്യുന്ന സ്ഥലം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഫ്രണ്ട്ലി മെത്തേഡോ പോലീസ് മുറയോ ഏത് വേണേലും ഉപയോഗിച്ചോളൂ. ആ കുട്ടി പെറ്റീഷൻ പിൻവലിച്ചു. ഐജി വിളിച്ചു പറഞ്ഞു ഈ കേസിൽ മുമ്പോട്ട് പോകണ്ടെന്ന്. പിന്നെ ബാബുക്കുട്ടന് മാത്രം എന്താ ഇത്ര നിർബന്ധം? പറയുന്നത് കേട്ടാ മതി. തൊപ്പി വെക്കണോ? ഈ കേസിൽ ഇനി ഞാൻ വാദിയും പ്രതിയെ നോക്കാൻ പോകുന്നില്ല, എല്ലാത്തിനും ഇടിച്ച് നിരപ്പാക്കാൻ പോവുക. അതിന്റെ പ്രത്യേകത ഡിപ്പാർട്ട്മെന്റ് നേരിടട്ടെ.
ആരാ? ഞാനാ. ഇപ്പോ ഫോൺ ചെയ്തിരുന്നല്ലോ. ഇരിക്കെ. എന്താ കാര്യം? സംഗതി ഒരല്പം രഹസ്യ, അതുകൊണ്ടാ ഫോണിൽ പറയാതിരുന്നേ. ആശാന്റെ ഫീസ് എത്രയെന്ന് വെച്ച് ചോദിച്ചോ? അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ മാഡത്തിന് ഒക്കെ ഒന്ന് വിശദമായിട്ട് പറയണമെന്നുണ്ട്. അടുത്തൊരു സ്ഥലത്ത് കാത്തിരിക്കുക. നമുക്ക് അങ്ങോട്ട് പോകാം. ആയിക്കോട്ടെ. ഹലോ, ഞാനൊരു പേപ്പർ റിപ്പോർട്ടറാണ് സംസാരിക്കുന്നത്. മിസ് മെർലിൻ ഉണ്ടോ? ഇല്ല, മേഡം ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? എവിടെയാന്നറിയില്ല. എപ്പ വരും? നാളെ വരുമെന്നാ പറഞ്ഞേ. ഓ, അവരവിടെ ഇല്ല സാർ, നാളെ വരുള്ളൂ. ഒറ്റ വീക്ക് വെച്ചത് ഞാൻ പെണ്ണിന്റെ ശബ്ദത്തിൽ സംസാരിച്ചോളാം സാർ എന്നെനിക്ക് വാക്കെന്നിട്ട് ഒരുമാതിരി പാളയിൽ കാണപ്പെടുക്കുന്ന ശബ്ദത്തിലല്ലോ താനിപ്പോ സംസാരിച്ചത്. വയ്യെങ്ക് തൊപ്പി ഊരി വെച്ച് സ്ഥലം പറഞ്ഞിട്ട് പോടോ. ഇനിയിപ്പോ അവരെവിടെ ചെന്ന് തപ്പാനാ? ചേട്ടാ, വന്നിപ്പോ വാദിയെ പിടികൂടാനാണല്ലോ വലിയ പാട്. ഇന്ന് രാത്രി ഞാൻ രമേശിന്റെ കാല് പിടിച്ചപേക്ഷിക്കും. അതും കൂടി ഫലിച്ചില്ലെങ്കിൽ പിന്നെ ഞാനെല്ലാം നിങ്ങൾക്ക് വിട്ടുതരും. കൊല്ലണമെന്നില്ല, പക്ഷേ 1 വർഷത്തേക്ക് അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേക്കരുത്. മേലിൽ എന്റെ കൺമുമ്പിൽ വരാത്തവണ്ണം ഏതെങ്കിലും ഒരു ആശുപത്രി കിടക്കണം. എന്താ നിങ്ങളുടെ ഫീസ്? ഒരു 4 പേരെ ഏർപ്പാടാക്കാം. അതിലൊരാൾ മെടുക്കണ. എല്ലാവർക്കും കൂടി 1.5 ലക്ഷം രൂപ വേണം. സമ്മതിച്ചു. സ്ഥലം എവിടെയാണെന്നൊന്ന് കാണണം. ഇനിയുള്ളതെല്ലാം സുന്ദരം പറഞ്ഞുതരും. പോവാം. See you. ബൈ. കൃഷ്ണൻകുട്ടി, എന്താ സർ? ഇപ്പൊ ആ പെണ്ണിനെ അവിടെ കൊണ്ടുവിട്ടില്ല, അതേപോലെ കൃഷ്ണൻകുട്ടി കമ്മീഷണർ ഓഫീസിൽ ഒന്ന് കൊണ്ടുവിട്ടേക്ക്. സർ, ഞാൻ മെർലിൻ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റ്. മനസ്സിലായോ? വണ്ടി വിടറോ? വരൂ. ഇതാണ് അവർ മീറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം. ഇവിടെ എല്ലാം മേഡം ഇന്നേക്ക് റിസർവ് ചെയ്തിരിക്കുക. എല്ലാം പരമരഹസ്യം. ദാ അവിടെ ഇരുന്നായിരിക്കും മേഡം അവനുമായി സംസാരിക്കുക. എത്ര പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല എങ്കിൽ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മേഡം ഓടും. അതാണ് നിങ്ങൾക്കുള്ള സൈൻ. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പെണ്ണിനെ ഒരു അപരിചിതം ശല്യം ചെയ്യാമെന്ന നാട്ടുകാരെങ്ങനെ കൈകാര്യം ചെയ്യും? അതുപോലെ അങ്ങ് ചെയ്തേക്കണം. മനസ്സിലായി. സത്യ, നീ അവിടെ ഇരുന്നോ. നിങ്ങൾ അവിടെ ഇരിക്കണം. 2 വശത്തു കൂടിയും അവൻ രക്ഷപ്പെടരുത്. ശരി. നീ എത്ര കാലമായി മെർലിന്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 3.5 വർഷമായി സർ. അവിടെ നിനക്ക് എന്താണ് ജോലി? ഞാൻ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റ് ആണ്, സിംഗറുമാണ്. വേറൊരു ജോലിയില്ല? മാനേജറുടെ ജോലിയും ഞാൻ തന്നെയാണ്. ഇന്ന് രാത്രി എന്താണ് മെർലിന്റെ പ്രോഗ്രാം? അറിയില്ല. മാനേജറായിട്ട് നിനക്കറിയില്ല? അറിയില്ല സർ. സത്യം പറഞ്ഞോണം. ഇന്ന് രാത്രി 7 മണിക്ക് മെർലിൻ എവിടെയായിരിക്കും? എനിക്കറിയില്ല സർ. നിനക്കറിയില്ല അല്ലേ? പറയടാ. എനിക്കറിയില്ല സർ. അപ്പൊ കുട്ടാ, അവനെ വിട്ടാർ. ബാബുക്കുട്ട, ഈ പരിപാടി നടക്കില്ല. ആളുകളെ പിടിക്കുകയും വേണം, ഇടിക്കാൻ പാടില്ല എന്ന് വെച്ചാ? അയാൾക്ക് അറിഞ്ഞൂടാ അപ്പുക്കുട്ട, വേറെ മാർഗം നോക്ക്. കൃഷ്ണൻകുട്ടി വാടോ. ഹലോ മോളെ, ഇത് പാപ്പി അങ്കിളാ. മോളെ മമ്മിയുടെ നിന്ന് കൊടുത്തേ. മമ്മിയുടെ പാപ്പി അങ്കിളെ വിളിക്കുന്നു. മാറിക്കേ. ഹലോ അങ്കിൾ, സുഖാണോ? എടി പെണ്ണേ, നിന്റെ അനുജത്തി മെർലിൻ അവളിപ്പോ എവിടെ കാണും? എനിക്കൊന്ന് സംസാരിക്കണല്ലോ. അങ്കിൾ, അങ്കിളിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, പോലീസ് ഉണ്ടല്ലോ.
എന്നാ എനിക്കറിയില്ല മെർലിൻ എവിടെ ഉണ്ടെന്ന്. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഫോൺ താഴെ വെച്ച് കളഞ്ഞു. നിങ്ങൾ എന്തിനാണ് മിസ്റ്റർ പോലീസ് അടുത്തുണ്ടെന്ന് പറയാൻ പോയത്? പോലീസ് അടുത്തുണ്ടായിട്ടല്ലേ പോലീസ് അടുത്തുണ്ടെന്ന് പറഞ്ഞത്. ഈ മാതിരി ബുദ്ധി ഇനി എന്നെ ഉപദേശിക്കരുത്. പാടോ. ഹലോ, എന്ത് ഭാവിച്ച മെർലിൻ ഇതൊക്കെ? ഇപ്പൊ പാപ്പിയങ്ങൾ വിളിച്ചിരുന്നു. പോലീസൊക്കെ അവിടെ ഉണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ അതിനൊന്നും പോണ്ടാന്ന്. ഇല്ല ചേച്ചി, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രൊഫഷനാണ് എനിക്ക് ഏറ്റവും വലുത്. എന്നെ ഇല്ലാതാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുകയാണ്. ചിലപ്പോ ആരെങ്കിലുമൊക്കെ അവന്റെ പിന്നിൽ കണ്ടുവന്നിരിക്കും. എനിക്ക് തന്നെ അവനോട് സംസാരിക്കണം. ചേച്ചി ഒന്നും പറയണ്ട. മെർലിൻ, ഞാൻ പറയുന്നത് വേണ്ട, ഒന്നും പറയണ്ട. എന്റെ ശരീരവും മനസ്സുമാണ് അവന് വേണ്ടതെങ്കിൽ ഒരു കാലവും അത് നടക്കില്ലെന്ന് അവനെ ഒന്ന് ബോധിപ്പിക്കണം. അവൻ മാത്രല്ല, അവനെ പോലുള്ള ഒരുത്തനും കഴുക കണ്ണുകളുമായിട്ട് ഇനി എന്റെ അടുത്ത് വരരുത്. ചേച്ചി ഇതിനകത്ത് ഇടപെടരുത്. എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. സർ, നമുക്ക് സംശയമുള്ള സ്ഥലങ്ങളെല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞു. രമേശ് എവിടെയുള്ളതായി സൂചനയൊന്നുമില്ല. വേണ്ടിടത്തെല്ലാം അവന്റെ ഫോട്ടോകൾ എത്തിച്ചിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം തന്നെ ഒബ്സർവേഷനിലാണ്. എവിടെ മീറ്റ് ചെയ്താലും നമുക്ക് കണ്ടുപിടിക്കാനാവും. ആരാണ് ഈ ജൂലി? മെർലിന്റെ ചേച്ചിയാണ് സാർ. പലപ്പോഴും മെർലിൻ അവരുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്. ഒരു കുട്ടിയുണ്ട്. ഭർത്താവ് സ്റ്റേറ്റ്സിലാണ്. എവിടെയാണ് താമസം? മംഗലാപുരത്ത്. അവിടുത്തെ SP എന്ന് വിളിക്കും. ഹലോ അപ്പുകുട്ടൻ സാർ, ഞാൻ രമേശാണ്. ഹലോ, ഹൗ ആർ യു? എന്തൊക്കെയുണ്ട് സാർ? രമേശാണ്. യെസ് മിസ്റ്റർ രമേശ്, പറയണം. സാർ, ഇന്ന് രാത്രി 7:30 മണിക്ക് ഞാൻ മെർലിനുമായി കാണുന്നുണ്ട്. കൃത്യം 7 മണിയാവുമ്പോൾ ഞാൻ തന്നെ വിളിച്ച് മീറ്റിംഗ് പ്ലേസ് എവിടെയാണെന്ന് അറിയിക്കാം. എനിക്ക് നിങ്ങളുടെയൊക്കെ സഹായം വേണം. ഐ മീൻ പോലീസ് പ്രൊട്ടക്ഷൻ. മെർലിൻ എന്തോ എന്നോട് വല്ലാത്തൊരു പകയുള്ളതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയുമോ എന്ന് എനിക്ക് പേടിയാവുന്നു. പോലീസ് അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാവും. ഞാൻ 7 മണിക്ക് വിളിക്കാം, ഇതേ നമ്പറിൽ. പ്ലീസ് ഹെൽപ്പ്. മിസ്റ്റർ രമേശ്, കമ്മീഷണർ ബാബു ആണ് സംസാരിക്കുന്നത്. ഹലോ സാർ, ഹൗ ആർ യു? ഫൈൻ. രമേശ്, മെർലിനെ കാണുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ? സോറി സാർ, കഴിയില്ല. മെർലിനുമായുള്ള കൂടിക്കാഴ്ച എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. അതിനു മുമ്പ് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ശരി, ഓക്കെ. അത് കഴിഞ്ഞ് കാണാൻ പറ്റുമോ? അതും എനിക്ക് പറയാൻ കഴിയില്ല സാർ. ആ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്റെ ബാക്കിയുള്ള ജീവിതം. എങ്കിൽ നിങ്ങൾ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്? അതെവിടെയാണെന്ന് മെർലിൻ 6:30 മണിക്ക് അറിയിക്കൂ. ഏതായാലും ഞങ്ങൾ കാണുന്നതിന് മുമ്പ് തീർച്ചയായും ഞാൻ സാറിനെ വിളിച്ചിരിക്കും, കൃത്യം 7 മണിക്ക്. അതിരിക്കട്ടെ, രമേശ് ഇപ്പൊ എവിടെ നിന്ന് വിളിക്കുന്നു? സാർ, എനിക്ക് സ്ഥിരമായ ഒരു വീടില്ല, സ്വന്തമായ ഒരു ഓഫീസില്ല, സുഹൃത്തുക്കളില്ല, ബന്ധുക്കളില്ല. സാറിന് അറിയാലോ അതൊക്കെ. ശരി, ഇപ്പൊ എവിടെ നിന്ന് വിളിക്കുന്നു? സാറിന് കാണാൻ തന്നെ നേരെ തിരിഞ്ഞ് തെക്കോട്ട് നോക്കിയാൽ മതി. A very efficient police group and a very smart criminal. ഇനി നമുക്ക് സമാധാനമായി കൈയും കെട്ടിയിരിക്കാം. അവൻ വിളിക്കും, കൃത്യം 7 മണിക്ക് തന്നെ വിളിച്ചിരിക്കും. അവൻ സ്മാർട്ടാണെന്ന് നമ്മളെ ഒന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് he is smart, dangerously smart. സിറ്റിയെ നമുക്കിങ്ങനെ 4ആയി തിരിക്കാം. നോർത്ത് ഏരിയ SI അരുൺ നോക്കണം. യെസ് സർ. ഈസ്റ്റ് CI വിക്രം നോക്കണം. സർ. സൗത്ത് സൈഡ് അപ്പക്കുട്ടന്റെ കീഴിലാണ്. സർ. വെസ്റ്റ് സൈഡ് ഞാൻ നോക്കിക്കൊള്ളാം.
ആരുടെ ഏരിയയിലാണോ അവരുടെ മീറ്റിംഗ് നടക്കുന്ന ആ ഇൻഫർമേഷൻ കിട്ടുന്നത് അങ്ങോട്ട് മെസ്സേജ് പാസ് ചെയ്തിരിക്കും. സോ ദാറ്റ് യു ക്യാൻ റീച്ച് ദ സ്പോട്ട് ഇമ്മീഡിയറ്റ്ലി. റിമെമ്പർ, യാതൊരു മിസ്റ്റേക്കും സംഭവിക്കരുത്. ഈ സന്ദർഭം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ രമേഷിനെ പിടികൂടുക അത്ര എളുപ്പമായിരിക്കില്ല. ഷുവർ. ഇതെന്താ ഇത്? മാഡം പറഞ്ഞിട്ടാ. ഞാനാണ് രമേഷ്. അതവർക്ക് കൊടുത്തുവിട്ടത് ഞാനാണ്, ഉറങ്ങാൻ. പിന്നെ ചതി മനസ്സിലായതുകൊണ്ട് ഞാൻ തിരികെ പോയെന്ന് മെർലിനോട് പോയി പറഞ്ഞേക്ക്. സർ, ഞാൻ രമേശാണ്. മെർലിനും ഞാനും ഏതാനും മിനിറ്റുകൾക്കകം കാണും. ഞാൻ ബീച്ച് റിസോർട്ടിലുണ്ട്. സർ വരണം. ഇറ്റ്സ് അവർ ഏരിയ. കം ഓൺ ക്വിക്ക്. മെർലിൻ എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ വന്നു. എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നേ അറിയണ്ടോ. ഇനിയും എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടത്? എത്രയാ വേണ്ടത്? ഈ ലോകം മുഴുവൻ തന്നാലും എനിക്ക് വേണ്ടത് മെർലിനെയാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, സത്യം. പിന്നെന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? എനിക്കറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ മെർലിൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. മെർലിൻ ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. സത്യം, എനിക്ക് വേണം മെർലിനെ. ആ മാറിൽ തലചായ്ച്ച് ഒന്ന് കിടക്കണം, ചിരിക്കണം, കരയണം. ഞാൻ മരിച്ചാലും അത് നടക്കില്ല. വെറുതെ വാശി പിടിക്കണ്ട. മെർലിനെന്നല്ല ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. ഐ നീഡ് യു, ഐ വാണ്ട് യു. എനിക്കും മെർലിനും ഇടയ്ക്ക് ആരെങ്കിലും വരുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എന്താ ചെയ്യാന്ന് പോലും പറയാൻ പറ്റില്ല. ദാ ഇത് കണ്ടോ, ഇതിലുണ്ട് എന്റെ മനസ്സ്, എന്റെ തീരുമാനങ്ങൾ. എന്താ? കണ്ടോളൂ.
എന്താ അത്? കണ്ടോളൂ. എന്താ അത്? ഇന്നോ കണ്ടോ, നീ ഏർപ്പെടുത്തിയവന്റെ പല്ല്. Catch him! Cover the road to Beach Resort. Maruti Gypsy 3040. Over. Yes, sir. Come on, quick. Okay, we are proceeding. Come on. Turn left and try to block the overbridge immediately. അയ്യോ, ഇതിനകത്ത് വീണ ചത്തുപോലോ. ചത്തുപോകുന്നതോ ജീവിക്കുന്നതോ അല്ല എന്റെ പ്രശ്നം. ബാബുക്കുട്ടനോട് ഞാൻ ഇനി എന്ത് പറയും? തീർന്നോ നിന്റെ അഹങ്കാരമൊക്കെ? നീ ആരാന്ന നിന്റെ വിചാരം? ഞാൻ അന്നേ പറഞ്ഞല്ലേ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോകണ്ടെന്ന്. എന്നിട്ടും അവനെ തല്ലിക്കാൻ നീ ആളെ കൂട്ടിക്കൊണ്ടുപോയി. എന്തൊരു ബുദ്ധിമോശമായി പോയത്. ഇനിയിപ്പൊ അവന്റെ വാശി കൂടുതലേ ഉള്ളൂ. നിനക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് മെർലിൻ. അതിനപ്പുറത്തോട്ടൊന്നും നിനക്കാവില്ല. എത്രയൊക്കെ ആയാലും നീ ഒരു സാധാരണ പെണ്ണാ. കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് കഴിയേണ്ട ഒരു പെണ്ണ്. ആ ഒരു ചിന്ത നിനക്കില്ലെങ്കിലും ഞാനെങ്കിലും ചിന്തിക്കണമല്ലോ. ഇനി നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോവും.
പൈസ അവർ തിരികെ ചോദിക്കില്ല. എങ്കിലും അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞത്ര ഗൗരവത്തിൽ സത്യൻ ആ കേസ് ഏറ്റെടുത്തില്ല. അതാ പറ്റിയ കുഴപ്പം. ഇനിയൊരു അവസരം വരുമ്പോ മൊത്തം കണക്ക് തീർക്കണം. ഈ കാസറ്റ് മുഴുവൻ ആ 2 വരികൾ മാത്രം ടേപ്പ് ചെയ്തിരിക്കുക. ഇതെന്ത് തരം വൈറസ് ആണെന്ന് മനസ്സിലാവുന്നില്ല. നേരെല്ലാം ചൊല്ലിത്ത ആരെല്ലാം നിനക്കുണ്ട്. കേട്ടിട്ട് തനിക്കെന്ത് തോന്നുന്നു? നിഗൂഢമാണ് ആ വരികൾ. അന്ധകാരത്തിന്റെ കൂരിരുട്ടിൽ തപ്പിത്തടയുന്ന ഈരടികൾ ഒക്കെ സമ്മതിച്ചു. പക്ഷെ ഇപ്പോ നമ്മുടെ കയ്യിലും മനോഹരമായ 3-4 കൊലക്കേസുകളുള്ളപ്പോ എന്തിനാ ഇതിന്റെ പുറകിൽ ഇങ്ങനെ തൂങ്ങി നടക്കുന്നത്? എടോ, പനി പിടിച്ചിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് പനി പിടിക്കാതെ നോക്കുന്നതല്ലേ? എന്തോന്ന്? പനി പിടിച്ചിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് പനി പിടിക്കാതെ നോക്കുന്നതല്ലേന്ന്. അതിനിപ്പോ ആർക്കാ ഇവിടെ പനി? എനിക്ക് പിടികിട്ടിയില്ല. ഒന്നുകൂടെ വിശദീകരിച്ചാ നന്നായിരുന്നു. ഈ രോഗാണു ബാധിച്ചു കുറ്റവാളിയായവരെയാണല്ലോ നമ്മൾ പോലീസിന്റെ കൈ കിട്ടുന്നത്. രമേശിനെ രോഗാണു ബാധിക്കാതെ നോക്കണം, കുറ്റവാളിയാകാതിരിക്കാൻ നോക്കണം. ഓ, ഇത് പറയാനാണോ ഇത്രയും വളച്ചു കെട്ടിയത്? അതായത് ഒരു നവ പോലീസ് ചിന്തയുടെ ഒരു യുഗപ്പിറവി. കറക്റ്റ്, എക്സാക്ട്ലി. കൊള്ളാം. എനിക്കും ഇപ്പൊ ഒരു പുതിയ ഉണർവൊക്കെ തോന്നുന്നുണ്ട്. തോന്നണം. കാരണം അവൻ കുറ്റവാളിയായി കഴിഞ്ഞാൽ 3-4 കൊലയല്ല, അതിനപ്പുറത്തൊക്കെ ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് ആ ഉണർവ് വിടാതെ നേരെ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് ചെല്ലേ. സൂപ്രണ്ടിനെ വിളിച്ച് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മെർലിൻ ഇപ്പോൾ ഒരു പുതിയ വീട്ടിലാണ് താമസം. അവിടെ വരുന്ന എല്ലാ കോളുകളും ടാപ്പ് ചെയ്യണം. ഏത് നമ്പറിൽ നിന്നാ വിളിച്ചതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ? ഓക്കെ സർ. ഈ മടിയിൽ തലചായ്ച്ച് എനിക്ക് ഉറങ്ങണം. എന്റെ ഒടുവിലത്തെ ഉറക്കം. എന്തുണ്ട് അബ്ദുള്ള, പുതിയ ന്യൂസുകളൊക്കെ? ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അരമണിക്കൂറേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഒളിവിലിരിക്കുന്നതിൽ ഒരു രസക്കേടുണ്ടല്ലേ? ആ വീട് എവിടാന്നാ പറഞ്ഞത്? പാലിയത്താ. എവിടെയാ ടാപ്പിംഗ്? മെയിൻ എക്സ്ചേഞ്ചില്. ഇത് അഡ്വക്കേറ്റ് ശർമ്മയെ ഏൽപ്പിക്കണം. വേലക്കാരുടെ ഒക്കെ പൊക്കോളാൻ പറ. പോകുമ്പം ആ ഗേറ്റും വാതിലൊക്കെ തുറന്നിട്ടേക്കണം. പൊക്കോ. മർലിനാന്റി ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ, മെർലിന്റെ പുതിയ വീടല്ലേ? അതെ. ഇത് ഞാൻ രമേശാണ്. ഹലോ രമേശ്, ഹൗ ആർ യു? ഞാൻ തോമസ് ജേക്കബ്, കോടീശ്വരപുത്രൻ. IAS വേണ്ടെന്ന് വെച്ച് ഫാക്ടറികളും എസ്റ്റേറ്റുകളും നോക്കി നടത്തുന്നു. ഇപ്പൊ മെർലിനുമായുള്ള കല്യാണമൊക്കെ ഏതാണ്ട് ഉറച്ചു കഴിഞ്ഞു. അതെ. എപ്പോഴാണ് കല്യാണം? അടുത്ത മാസം. എങ്കിൽ മെർലിൻ ഒന്ന് കൊടുക്കൂ. ജസ്റ്റ് എ മിനിറ്റ്. മെർലിൻ, അവൻ തന്നെയാണ്. സംസാരിക്കണമെന്ന് കഴിയുന്നിടത്തോളം നേരെ സംസാരിക്കണം. പെട്ടെന്ന് ഡിസ്കണക്ട് ചെയ്യാൻ അനുവദിക്കരുത്. ഷീസ് ഇൻസൈഡ്. വിളിക്കാൻ പോയിട്ടുണ്ട്. ഒന്ന് ഹോൾഡ് ചെയ്യണേ. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നൊന്നും ലീക്ക് ഔട്ട് ആവില്ലല്ലോ? ഏയ് ഇല്ല. ദേ വരുന്നുണ്ട്, കൊടുക്കാം. ഇത് വേണമായിരുന്നു. എന്നെ തോൽപ്പിക്കാൻ ഇങ്ങനെ ഒരു തീരുമാനം വേണമായിരുന്നു. രമേശ് ഇപ്പോ എവിടുന്നാ സംസാരിക്കുന്നേ? വേണ്ട, സംസാരം അധികം ദീർഘിപ്പിക്കാൻ നോക്കണ്ട. പതിയിരിക്കുന്ന അപകടം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ലീക്ക് ഔട്ട് ആവുന്നു. മെർലിന്റെ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് നടന്നാലും മെർലിൻ ജയിക്കില്ല, തോക്കും. നമ്മൾ രണ്ടുപേരും തോക്കും. ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കും, അത് തീർച്ച. ബുദ്ധിമുട്ടിക്കുന്നതിൽ ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നു. മെർലിൻ ഇല്ലാതെ എനിക്കാവില്ല. മെർലിൻ ഇല്ലാതെ എനിക്കൊന്നും ആവില്ല.
345-378. വേണം എനിക്ക് മെർലിനെ, എനിക്ക് വേണം മെർലിനെ. ഇയാൾ എന്തൊക്കെയായി പറയുന്നത്? ഭ്രാന്താണ് അയാൾക്ക്, സത്യമായിട്ട് മുഴുവൻ ഭ്രാന്ത്. സ്കൂപ്സ് 3rd ക്രോസ് ലൈൻ പൂവാരം. Three of you this side, 3 of you that side, 2 of you keep the gate. ചിലപ്പോ വെടിവെപ്പ് ഉണ്ടായേക്കാം, അപ്പൊ കമിഴ്ന്ന് കിടന്നാ മതി. All of you disperse. പോവാം. Everybody come back. Everybody come back. മുൻകൂർ ജാമ്യം വല്ല ഉണ്ടോടാ? ഉടനെ ഇല്ല. പിടിച്ച് കേറ്റന്റെ കൃഷ്ണകുട്ടി ജീപ്പില്. വണ്ടി എടുക്കണോ? നിക്ക് ഇനി ആർക്കൊക്കെയാ ഇടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇടിച്ചോ, ഇടിച്ച് ചതച്ചിട്ട് മതി ചോദ്യം ചെയ്യലൊക്കെ. ഇടിക്കടോ കൃഷ്ണൻകുട്ടി, ചോദ്യം ചെയ്യണോ സെബാസ്റ്റ്യ? പറയണം, എന്താ നിന്റെ ഉദ്ദേശം? അറിയില്ല. അറിയില്ല? നിനക്കറിയില്ല അല്ലേ? എവിടാണ് അതിന്റെ വീട്? അറിയില്ലടോ. അടിയടോ. അറിയില്ല. എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ പൊയ്ക്കോളൂ. നിനക്കൊന്നും അറിയില്ല അല്ലേ? നാടും വീടും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒന്നും നിനക്കറിയില്ല അല്ലേ? ആ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണെന്നും നിനക്കറിയില്ല അല്ലേ? അറിയില്ല. നീ ആരാണെന്നാ നിന്റെ വിചാരം? മറ്റുള്ളവരെല്ലാം വിഡ്ഢികളാണ് നിനക്കല്ലേ? പറയടാ. അറിയില്ല. പറയടാ. അറിയില്ല. നിയമമെടുത്ത് നീ എന്തെല്ലാം കളി കളിച്ചാലും നിന്നെ കൊണ്ട് പറയിക്കേണ്ടതല്ല ഞാൻ പറയിപ്പിക്കും. പറയടാ. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. എന്റെ ജീവിതത്തെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ നിങ്ങളോട് പറയും? ശരി, നിനക്കറിയാവുന്ന പറയാവുന്ന ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞേ തീരൂ. നിനക്കെങ്ങനെ ഇത്ര പണമുണ്ടായി? വാട്ട് ഇസ് യുവർ പ്രൊഫഷൻ? ഗാംബ്ലിംഗ്, ചൂതുകളി. ഓർമ്മ വെച്ച കാലം മുതൽ അതായിരുന്നു എന്റെ തൊഴിൽ. കണ്ടിന്യൂ. ആദ്യമൊക്കെ ചെറിയ ചെറിയ ചൂതാട്ടങ്ങൾ. പിന്നെ ഭാഗ്യത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കാൻ ആൾക്കാരുണ്ടായി. ആൾക്കാർ എന്നെ എവിടേക്കോ കൊണ്ടുപോയി. കൽക്കട്ടയിൽ, മദ്രാസിൽ, ബോംബെയിൽ. പിന്നെ പിന്നെ എനിക്ക് തോന്നി, ഞാൻ എന്തിനാണ് എന്നെ മറ്റുള്ളവർക്ക് വിൽക്കുന്നതെന്ന്. സ്വന്തമായി ചെയ്യാൻ തുടങ്ങി. ലാസ് വേഗസിൽ, പാരീസിൽ, സിംഗപ്പൂരിൽ, ഫ്രാങ്ക്ഫർട്ടിൽ. തോൽവി ഞാൻ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. പണം വച്ചുള്ള ചൂതിന്റെ ലഹരി ഞാൻ മടുത്തു. ഇനിയുള്ള ചൂതാട്ടങ്ങൾ ജീവൻ പണയം വെച്ചാണ്. ആ ലഹരിയാണ് എനിക്കിഷ്ടം. നോക്ക്,
ഈ മർദ്ദനങ്ങളുടെ ലഹരി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ സ്വയം പിടിതന്നത്. ഇവിടെയും ഞാൻ തോൽക്കില്ല. നാളെ നേരം വെളുക്കും മുമ്പ് ഞാൻ ഇവിടുന്ന് പോകും. അതിനു മുമ്പ് വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അറിഞ്ഞോ. വേറെ ഒന്നും ഇനി അറിയണ്ട. ഒരു റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കുക രമേശന്. കട്ടിലും മെത്തയും ഫാനും. ആരും ശല്യപ്പെടുത്തരുതെന്നും പറഞ്ഞേക്ക്. പോയിക്കോളൂ. തീർച്ചയായും അയാളൊരു മാനസിക രോഗിയല്ല. എന്തെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നിന്റെ അടിമയാണെന്നും തോന്നുന്നില്ല. പക്ഷേ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രവണത അയാൾ വളർന്നേക്കാനിടയുണ്ട്. എല്ലാം നശിപ്പിക്കാനുള്ള ഒരു മനസ്സ്. സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അപകടകാരിയായേക്കും. നിങ്ങൾക്ക് പോകാം. എനിക്ക് കമ്മീഷണറെ ഒന്ന് കാണണം. ഇരിക്കൂ. ഇന്നലെ ഇവിടെ വെച്ച് എന്റെ കയ്യിൽ നിന്നൊരു സാധനം നഷ്ടപ്പെട്ടു. ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വെള്ളി മെഡൽ. അതായിരുന്നു എന്റെ ഭാഗ്യമുദ്ര. അത് കയ്യിലുള്ളപ്പോഴൊന്നും ഞാൻ തോറ്റിട്ടില്ല. അതെനിക്ക് തിരിച്ചു വേണം. തന്നാൽ പകരം എന്ത് വേണേലും സാറിന് തരാം. അന്വേഷിക്കാം. കിട്ടിയാൽ തിരിച്ചു തരും. സാർ, മെർലിൻ നഷ്ടപ്പെട്ടാൽ എനിക്ക് ജീവിതമുണ്ടാവില്ല. പിന്നെയുള്ളത് മരണമാണ്. അവിടേക്ക് ഞാൻ മെർലിനെയും കൊണ്ടുപോകും. ഞങ്ങളുടെ രണ്ടുപേരുടെയും മരണത്തിന് ഉത്തരവാദിയായ ആ തോമസ് ജേക്കബിനെ ഞാൻ കൊല്ലും. വിധിക്കപ്പെട്ടു പോയതാണത്. അതാർക്കും തടയാനാവില്ല. പോകുന്നു. കഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് വന്നിട്ട് പുല്ല് പോലെ ഇറങ്ങി പോകുന്നത് കണ്ടില്ലേ? സാരമില്ല. നമ്മൾ നിയമപാലകരെ പലപ്പോഴും തളർത്തുന്നത് നിയമം തന്നെയാണ്. അതിങ്ങെടുക്ക്. ഏത്? അത് തന്നെ, തന്റെ ഇൻവെസ്റ്റിഗേഷന്റെ തുമ്പ്. ഓ അത് സത്യത്തിൽ അത് തരാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. രമേശനെ അപ്പക്കുട്ടനൊന്ന് പിന്തുടരണം. അവൻ അറിയാതെ. അടുത്ത 4-5 ദിവസത്തെ അവന്റെ നീക്കങ്ങളെല്ലാം സശ്രദ്ധം വാച്ച് ചെയ്യണം. ശിക്ഷിക്കാനല്ല, രക്ഷിക്കാൻ. അതെന്താ അങ്ങനെ? സത്യത്തിനോടല്ലേ നമ്മൾ കൂറ് കാണിക്കേണ്ടത്? അവൻ പറയുന്ന ഓരോ വാക്കും പരിപൂർണ സത്യങ്ങളാണ്. പരിപൂർണ സത്യങ്ങൾ. ചെല്ല്. എവിടെടോ ജീപ്പ്? എടോ ജീപ്പ് എവിടെയെന്ന്? ഇപ്പൊ വരും സാർ. ഡിവൈഎസ്പി അദ്ദേഹത്തിന്റെ പിള്ളേരെ വീട് വരെ ഒന്ന് വിടാൻ പോയതാ. ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. എവിടുത്തെ ഡിവൈഎസ്പി ആടോ? കലി പിടിച്ച എല്ലാത്തിനെയും ഞാൻ വാരി വലിച്ചിടിക്കും. പോയി കൊണ്ട് വാടോ ജീപ്പ്. ഇങ്ങോട്ട് ഇറങ്ങണം.
ഇനിയിപ്പോ ഞാനും അടിക്കാൻ പോവാ. എനിക്കും അറിയാം അടിക്കാൻ. ഇങ്ങോട്ട് ഇങ്ങോട്ട് എനിക്കടിക്കണം. ഇങ്ങോട്ട് എന്തോ ഇത് ഇവിടെ എനിക്കടിക്കണം. ഇട ഇങ്ങോട്ട് പോടാ. പഴയ ഫുട്ബോൾ പ്ലെയറാടാ ഞാൻ. ഇവനെ നിന്റെ നെക്ക് പരി ഇനി ആരാ ഇവന് ഞാൻ വേറൊരു സ്റ്റൈല് കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് പോടാ. ഇങ്ങോട്ട് അയ്യോ കറി 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 അങ്ങോട്ട് വിട് രമേശ. ഇവനെ മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങോട്ട് അവിടെ എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി അങ്ങ് പോവാന്ന് വെച്ചത്. അതുവഴി പോയാൽ എങ്ങനെ? എനിക്കാ മതിൽ കയറാൻ പറ്റില്ലല്ലോ. വേണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. ചുമ്മാ കളി തമാശ എടുക്കാതെ രമേശ. ഒന്നിറങ്ങി നേരെ ചൊവ്വയുള്ള വഴിയെ പോ. നീ അറിയാതെ ഞാൻ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. എന്നെ പിന്തുടരാനോ? കേൾക്കുന്നുണ്ടോ ആ ശബ്ദം? എന്ത് ശബ്ദം? മെതിയടി ശബ്ദം. മെതിയുടെ ശബ്ദമൊന്നും ഞാൻ കേൾക്കുന്നില്ലല്ലോ. ഞാൻ കേൾക്കുന്നുണ്ട്. മരണത്തിന്റെ മെതിയടി. അങ്ങോട്ട് പോവാ. വരുന്നോ? രമേശ, ഇനി നീ എന്നെ വെട്ടിച്ചു പോയാൽ സത്യമായിട്ടും ഈ ഉദ്യോഗം ഞാൻ വേണ്ടെന്ന് വെച്ചുകളെ. ആയിക്കോ. എനിക്കേ എളുപ്പം ചെന്നിട്ട് കാര്യമുണ്ട്. മരണത്തിന്റെ മെതിയടി. എന്താ എന്താ പ്രശ്നം? ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. എന്നെ കൊണ്ട് പറ്റില്ല ഈ പണി. അനുനിമിഷം അവൻ ആളെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുക. എന്തോന്നാ അപ്പുക്കുട്ട ഈ മാരാര പരമേശ്വര പരമേശ്വര? ബാക്കി വായിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ കാര്യം? അപ്പുക്കുട്ട, ഈ സാധനത്തിന് പറഞ്ഞു വെച്ചിരിക്കുന്ന വില എത്രന്നറിയോ? എത്ര? കോടിക്കണക്കിന് രൂപയാ. കൊടുത്ത് നമുക്ക് പപ്പാതി എടുക്കാം. അങ്ങനെയെങ്കിൽ എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. വരട്ടെ. ഒരു പക്ഷേ തന്റെ ഈ തുമ്പിലായിരിക്കും രമേശിന്റെ ചരിത്രം ഉറങ്ങുന്നത്. മെർലിൻ ഫെർണാണ്ടസ് വിവാഹിതയാകുന്നു. വളരെ പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് കുതിച്ചു കയറി യുവ മനസ്സുകളുടെ ഹരമായി മാറിയ സ്റ്റേജ് ഗായിക മെർലിൻ 16-ാം തീയതി വിവാഹിതയാകുന്നു. AKC വ്യവസായ സ്ഥാപനങ്ങളുടെയും കൈരളി പ്ലാന്റേഷൻസിന്റെയും MD ആയ തോമസ് ജേക്കബാണ് വരൻ. സാംസ്കാരിക നായകന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിൽ കർപ്പൂക്കര വലിയ പള്ളിയിൽ വൈകുന്നേരം 5 മണിക്കാണ് വിവാഹം നടക്കുക. വിവാഹശേഷം മെർലിൻ സ്റ്റേജ് പരിപാടികളിൽ നിന്ന് വിരമിക്കുമെന്നും അറിവായിട്ടുണ്ട്. ഫോൺ. ആർക്കും ഈ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. ഡാ ഞാൻ എടുത്തോളാം. ഹലോ, തോമസ് ജേക്കബ്, ഇത് ഞാനാണ്. നമ്മൾ രണ്ടും ഇന്ന് ഭാഗ്യം കെട്ട ഒരു കളിക്കളത്തിലാണ്. ജീവനാണ് ഇവിടുത്തെ പന്തയം. ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. ജയിക്കുന്നവൻ ജീവിക്കും, തോൽക്കുന്നവൻ മരിക്കും. എന്താടാ ഇത്? ഇരുട്ടിൽ തപ്പിത്തടയുന്ന എനിക്ക് ഈ മത്സരത്തട്ടിന്ന് പിന്മാറാനേ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. ഐ എം സോറി രമേശ്. ഹലോ, മെർലിനോട് സംസാരിക്കണം. ഇടച്ചേർക്കാൻ നിനക്ക് വേറെ ഒരു ജോലിയും ഇല്ലേ? നീ കാരണം ഞങ്ങളുടെയൊക്കെ പണിയാ തെറിക്കാൻ പോകുന്നത്.
എന്നിട്ട് നിന്റെ വിളച്ചിൽ നിർത്താറായില്ല അല്ലേ? എനിക്ക് മെർലിനോടാണ് സംസാരിക്കേണ്ടത്. അവരെ വിളിക്കാനും സംസാരിക്കാനും ഇപ്പൊ ഒരാളുണ്ട്. അദ്ദേഹം അല്ലാണ്ട് വേറൊരാളുടെ ഫോണും അങ്ങോട്ട് കൊടുക്കണ്ടെന്നാ ഇവിടെ ഏർപ്പാട് ചെയ്തേക്കണേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ, സൗകര്യം പോലെ ഞാൻ പറഞ്ഞോളാം. എന്നാ പറഞ്ഞേക്ക്. 16-ാം തീയതി വിവാഹം നടന്നാൽ അന്നേ ദിവസം മണിക്കൂറുകൾക്കകം മെർലിൻ മരിക്കും. തോമസ് ജേക്കബ് മരിക്കും. ഞാനും മരിക്കും. എല്ലാ മരണവും എന്റെ കൈകൊണ്ട് മാത്രമായിരിക്കും. ഇനിയുള്ള ദിവസങ്ങൾക്ക് ചോരമണമായിരിക്കും. ചോരമണം. മനസ്സിലായോ? ഞാനിപ്പോ അയാളോട് പറഞ്ഞതൊക്കെ രജിസ്റ്റേർഡ് പോസ്റ്റ് മെർലിൻ അയച്ചു കൊടുക്കണം. സാർ കുറച്ചുകൂടി ആലോചിച്ച്. വേണ്ട, ഗുണദോഷങ്ങളൊന്നും വേണ്ട. പറയും പോലെ കേട്ടാ മതി. പൊക്കോ. അബ്ദുള്ള, എന്നെ രക്ഷിക്കാൻ നോക്കരുത്. നോക്കൂ. ഇല്ല. പൊക്കോ. ജനനം 19/4/72. മരണം 16/12/94. ജനനം അറിയില്ല. മരണം അതേ ദിവസം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. 1900 ഇതേ ഉള്ളൂ. ആയതിനാൽ ഈ വില്ലിൽ പറയപ്പെട്ട സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ആർക്കും അവകാശമില്ലാത്തതാവുന്നു. എന്റെ സ്വത്തിന്റെ 50% മുൻ പറഞ്ഞ അനാഥാലയങ്ങൾക്കും 20% എന്റെ കൂടെ ജോലി ചെയ്തവർക്കും 20% മെർലിന്റെ കൂടെ ജോലി ചെയ്തവർക്കും ബാക്കിയുള്ള 10% എന്റെ മരണാനന്തര ആഘോഷങ്ങൾക്കുമുള്ളതാണ്. തോമസ് ജേക്കബ്, ഈ നിൽക്കുന്ന മെർലിൻ ഫെർണാണ്ടസിനെ വിവാഹം ചെയ്യുവാൻ നിങ്ങൾക്ക് സമ്മതമാണോ? സമ്മതമാണ്. മെർലിൻ ഫെർണാണ്ടസ്, ഈ നിൽക്കുന്ന തോമസ് ജേക്കബിനെ വിവാഹം ചെയ്യുവാൻ നിങ്ങൾക്ക് സമ്മതമാണോ? സമ്മതമാണ്. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. റൂം നമ്പർ 112 എവിടെയാണ്? ആ സൈഡിൽ ആദ്യത്തെ മുറി. അടയ്ക്ക്. വേണ്ട, അടയ്ക്കാൻ. അടയ്ക്ക്. എടാ, ഇനി നീ ചത്തില്ലേ? ഞാൻ നിന്നെ കൊല്ലും. നിന്നെ ഞാൻ കൊല്ലും. കൊല്ലും. ഇത്രയും കാലം ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. ഞാൻ നിന്നെ കൊല്ലും. ഞാൻ നിന്നെ കൊന്നിട്ടേ ഞാൻ ചാകൂ. ഞാൻ ചാകൂ. ഞാൻ ചാകൂ. ഞാൻ കൊല്ലും.
മോനല്ല, എന്റെ മോനല്ല, എന്റെ മോനല്ല, എന്റെ മോനല്ല. പ്ലീസ് കം. എന്താ? എനിക്ക് മെർലിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. വരൂ. മർലിൻ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓക്കെ. വളരെ പ്രധാനപ്പെട്ട ഒരു അപേക്ഷയുമായിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അത് മെർലിൻ എനിക്ക് സാധിച്ചു തരണം. തന്നേ പറ്റൂ. എന്താ അത്? ഇന്ന് നടക്കാനിരിക്കുന്ന ഈ വിവാഹം കുറഞ്ഞപക്ഷം 2 ദിവസത്തേക്കെങ്കിലും മാറ്റിവെക്കണം. എന്തിന്? രമേശിനെ കുറിച്ച് അയാൾക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. അതെല്ലാം മെർലിൻ എങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു, തുടർന്ന് എന്ത് തീരുമാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവിടെ പലരുടെയും ജീവിതകാലം തന്നെ നിർണയിക്കപ്പെടുക. ഇത്രയും കാലം രമേശ് മെർലിനെ പിന്തുടർന്നതും നിരന്തരം ശല്യപ്പെടുത്തിയതും നിങ്ങളുടെ പണം കണ്ടിട്ടോ പ്രശസ്തി കണ്ടിട്ടോ ശരീര സൗന്ദര്യം കണ്ടിട്ടോ അല്ല. അവനെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിച്ചത് നിങ്ങളുടെ സംഗീതമാണ്. ആ സംഗീതത്തിലൂടെ അവൻ കണ്ടെത്താൻ ശ്രമിച്ചത് അവന്റെ സ്വന്തം അമ്മയെ തന്നെയാണ്. രമേശിന്റെ കുടുംബത്തിനും ഒരു പാരമ്പര്യമുണ്ട്, സത്യസന്ധമായ ഒരു സംഗീത പാരമ്പര്യം. മുത്തച്ഛൻ പഴയകാലത്ത് മഹാരാജാവിൽ നിന്നും അംഗീകാരം നേടിയ പ്രസിദ്ധനായ ഒരു പരമേശ്വരൻ ഭാഗവതരായിരുന്നു. അമ്മ സംഗീത ടീച്ചറായ ഒരു യശോദാമ്മയും. പക്ഷെ അച്ഛൻ ഭീകരനായ ഒരു മദ്യപാനിയും ചൂതുകളിക്കാരനുമായിരുന്നു. യശോദാമ്മയ്ക്ക് 2 മക്കളായിരുന്നു, രമേശും രമയും. പണത്തിനു വേണ്ടി യശോദാമ്മയെ നിരന്തരം പീഡിപ്പിച്ചിരുന്ന ഭർത്താവ് ഒരിക്കൽ കുടിച്ച് ലക്കുകെട്ട് ഭാര്യയെ മർദ്ദിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഇളയ കുട്ടി രമ കൊല്ലപ്പെട്ടു. സമനില തെറ്റിയ യശോദാമ്മ സകലതും നശിപ്പിക്കാനുള്ള ഭ്രാന്തമായ ആവേശത്തിൽ ഭർത്താവിനെ കുത്തിക്കൊന്നു. മൂത്ത മകൻ രമേശിനെയും കൊന്ന് സ്വയം മരിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. കൊല്ലാനായി അവർ ശ്രമിച്ചെങ്കിലും എങ്ങനെയോ രമേശ് രക്ഷപ്പെട്ടു. കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട യശോദാമ്മ കാലാവധി കഴിഞ്ഞിട്ടും ഏറ്റുവാങ്ങാൻ ആരുമില്ലാതെ ഇപ്പോഴും ഭ്രാന്താശുപത്രിയിൽ കഴിയുന്നു. യശോദാമ്മ കുഞ്ഞായിരുന്ന രമേശനെ താരാട്ടുപാടി ഉറക്കിയിരുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് പണ്ട് പരമേശ്വരൻ ഭാഗവതർ ചിട്ടപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഈണമാണ്. ആ പാട്ടും പഴയ ഉറക്ക് പാട്ടുകളും പുള്ളുവം പാട്ടുകളും എടുത്ത് പോപ്പ് മ്യൂസിക്കിന്റെ പരിവേഷവും കൊടുത്ത് സ്റ്റേജിൽ പാടി വിജയിപ്പിക്കുമ്പോൾ മെർലിൻ അറിഞ്ഞിരുന്നില്ല അത് ആരുടെയൊക്കെ ഹൃദയങ്ങളിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നതെന്ന്. രമേശിന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന ആ താരാട്ടിനെയാണ് മെർലിൻ ഉണർത്തിയത്. അതാണ് അവനെ ആകെ കുഴപ്പിച്ചത്. ഒരർത്ഥത്തിൽ കുറ്റം പൂർണ്ണമായി രമേശിന്റെതല്ല. രമേശിന്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയ കാര്യങ്ങളൊന്നും തന്നെ അവൻ അറിയില്ല. എല്ലാം അറിയിക്കണം. മെർലിനിൽ അവൻ കണ്ടെത്താൻ ശ്രമിച്ചത് അവന്റെ അമ്മയെ തന്നെ ആയിരുന്നു എന്നുള്ള സത്യം അവനെ അറിയിക്കണം. മുഴുഭ്രാന്തിയായി മാറിയ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള സത്യവും അവനെ അറിയിക്കണം. അതൊക്കെ അവനെ അറിയിക്കാൻ അവൻ എവിടെ ഉണ്ടാവുന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് കുറച്ച് സമയം വേണം. അവന്റെ അച്ഛന്റെ ക്രൂരതയുടെ അംശങ്ങൾ അവനിലുണ്ട്. അവന്റെ അമ്മയ്ക്ക് പിന്നീട് സംഭവിച്ചു പോയ ഭ്രാന്തിന്റെ അംശങ്ങളും അവനിലുണ്ട്. അതുകൊണ്ട് വിവാഹത്തിലൂടെ മെർലിൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടാൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരന്മാരിൽ ഒരാളായി രമേശ് മാറിയെന്നിരിക്കും. പ്രവചിക്കാനാകാത്ത പലരെയും ഒറ്റയടിക്ക് കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള ഭ്രാന്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ വഴുതി വീഴും. അതേതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അവനെ രക്ഷിക്കണം, ഒപ്പം മറ്റു പലരെയും രക്ഷിക്കണം. അതുകൊണ്ട് മെർലിൻ മാറ്റിവെച്ചോളൂ. ഈ വിവാഹം എത്ര ദിവസം വേണേലും മാറ്റിവെച്ചോളൂ. ഒരു നല്ല കാര്യത്തിനല്ലേ? എനിക്ക് സമ്മതമാണ്. താലികെട്ടിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ.
ഈ അവസാന നിമിഷം കല്യാണം മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമാണ്. ആ പയ്യനിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഇപ്പോൾ ആ പയ്യനെ രക്ഷിക്കാനായി വിവാഹം മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഡൽഹിയിൽ നിന്നുള്ള VIPs ഒക്കെ പങ്കെടുക്കുന്ന ഒരു മേജർ ഫംഗ്ഷനാണിത്. അവരൊക്കെ ഇവിടെ വന്നിട്ട് കല്യാണം മാറ്റിവെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയാ? ഒരു പീക്കിരി പയ്യനെ പേടിച്ചിട്ടാണെന്നോ? മിസ്റ്റർ തോമസ് ജേക്കബ്, സാർ ഒന്നും പറയണ്ട. കല്യാണം നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കണം. ഞങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. ആചാരപ്രകാരം പെണ്ണും പെണ്ണിന്റെ ആൾക്കാരുമാണ് ആദ്യമേ പള്ളിയിൽ എത്തേണ്ടത്. അവരവിടെ എത്തിയേ മതിയാവും. പള്ളിയും പരിസരവും തോമസ് ജേക്കബിന്റെ വീടും മെർലിന്റെ വീടും നമ്മുടെ പ്രൊട്ടക്ഷനിലായിരിക്കണം. വിവാഹം നടക്കുന്ന സമയത്തും അവരുടെ വീടുകളിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാൻ ഏർപ്പാടുണ്ടാക്കണം. മെസ്സേജ് വന്നാൽ കളക്ട് ചെയ്യാൻ. പിന്നെ അതിപ്രധാനമായ ഒരു കാര്യം, ഏതെങ്കിലും സാഹചര്യത്തിൽ രമേശിനെ കണ്ടുമുട്ടിയാൽ കളക്ടർ ഓർഡറുണ്ട്, വെടിവെച്ചു കൊല്ലാൻ. ഷൂട്ട് അറ്റ് സൈറ്റ്. പ്രിയപ്പെട്ടവരെ, പുരോഹിതന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ വച്ച് നിങ്ങളുടെ സ്നേഹത്തെ പരിശുദ്ധമായ കൂദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഹലോ. എന്തൊക്കെയോ ചെയ്യണമെന്ന് കരുതി, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. രമേശ് തോൽക്കുകയാണ്. തോൽവിക്ക് മുമ്പുള്ള അവസാനത്തെ പരിശ്രമമാണ് ജയത്തിന് വേണ്ടി. ഞാനിവിടെ പോർട്ട് ഏരിയയിലെ മറൈൻ ഹൗസിലുണ്ട്. മറൈൻ ഹൗസിൽ വിവാഹം നടക്കുന്നതിന് മുമ്പ് മെർലിനും തോമസ് ജേക്കബും ഇവിടെ വന്നാൽ മരണങ്ങൾ പലതും ഒഴിവാകും. വിവാഹം കഴിഞ്ഞാലും അവരിവിടെ വന്നേ പറ്റൂ, അനുമോളെ കൊണ്ടുപോകാൻ. അപ്പോൾ അവരെ കൊന്നിട്ട് ഞാനും ചാവും. ജയം എന്റേത്. അവര് വന്നില്ലെങ്കിൽ അനുമോളും ഞാനും ചാവും. മെർലിനും തോമസ് ജേക്കബും ജീവിക്കും. ജയം അവരുടേത്. ഇപ്പോൾ സമയം 4:30 മണി. 7:30 മണി വരെ ഞാൻ കാത്തിരിക്കും. കൃത്യം 7:30 വരെ മാത്രം. ഇനിയുള്ള തീരുമാനങ്ങൾ അവരുടേതാണ്. ഹലോ ഹലോ, എപ്പോഴാ പോണത്? എപ്പോഴാ പോണത്? പോവാം പോവാം. ഡ്രൈവർ വണ്ടി എടുക്ക്. അങ്കിൾ, മമ്മിയും മെർലിൻ ആന്റി എപ്പോഴാ വരിക? വരും വരും.
ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. എന്താ സാർ? എന്താണ് സാർ കാര്യം? പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റിയ കാര്യമല്ല. പെട്ടെന്നൊരു തീരുമാനം എടുക്കാനും പറ്റിയ കാര്യമല്ല. എന്താണ് സാർ? എന്താണെന്നൊന്ന് പറയണം സാർ പ്ലീസ്. ഞാൻ പറയാം, നല്ലൊരു കഥ പറയാം. തുടങ്ങിയാൽ ഒടുങ്ങാത്ത കഥ പറയട്ടെ. പണ്ട് പണ്ട് ദേ ഈ പട്ടം കണ്ടിട്ടുണ്ടോ? തീ കൊണ്ടുള്ള പട്ടം, തീപ്പട്ടം. 10,000 തീപ്പട്ടങ്ങൾ ആകാശം നിറയെ പാറിപ്പറന്നു. അപ്പോ ചൂടുകൊണ്ട് കടലായ കടലുകളെല്ലാം വറ്റി വരണ്ടു. അങ്ങനെ വറ്റി വരണ്ട സ്വപ്നക്കടലിന്റെ അടിത്തട്ടിന്ന് ഒരു ഭയങ്കര രാക്ഷസൻ പൊന്തി വന്നു. എങ്ങനെയുള്ള രാക്ഷസൻ? തീ മുടിയുള്ള രാക്ഷസൻ, തീ കണ്ണുകളുള്ള രാക്ഷസൻ. ദേ നോക്കിക്കേ, 5 മണി, കൃത്യം 7:30 മണിയാവുമ്പോ ആ രാക്ഷസൻ എന്നെ അനുമോളയും കൊണ്ട് പറക്കും. പറന്ന് 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 ഒരു കോട്ടയ്ക്കകത്ത് കയറും. ചെന്നവരാരും തിരിച്ചു വന്നിട്ടില്ലാത്തൊരു കോട്ടയ്ക്കകത്ത്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പോണം, എന്റെ മോളുടെ അടുത്തേക്ക് എനിക്ക് പോണം. എന്റെ മോളോടുണ്ട്, എന്റെ അനുമോളോടുണ്ട് പറയാൻ. ഇങ്ങനെ ബഹളം വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ പോകാം, ഞാൻ പോകാം അയാളുടെ അടുത്ത്. എന്നെ കൊല്ലണേ കൊന്നോട്ടെ, പക്ഷെ അനുമോള് എന്ത് വില കൊടുത്ത് അനുമോളെ രക്ഷിക്കണം. ഞങ്ങൾ പോവാം. ഉണ്ടാകുന്ന എല്ലാ റിസ്ക്കും ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കുട്ടി എവിടെയാണെന്ന് പറയൂ, ഞങ്ങൾക്ക് പോണം. പറയാൻ പറ്റില്ല മിസ്റ്റർ തോമസ് ജേക്കബ്. എന്തുകൊണ്ട് പറ്റില്ല? പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. എല്ലാം ഞാൻ പറഞ്ഞതല്ലേ. ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് എല്ലാം ഞാൻ പറഞ്ഞതല്ലേ. നിങ്ങൾ കേട്ടില്ലല്ലോ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മിസ്റ്റർ ബാബുമോഹൻ. കുട്ടി എവിടെയാണെന്ന് പറഞ്ഞേ പറ്റൂ. ഞങ്ങൾക്ക് അവിടെ പോണം. പറയടോ, കുട്ടി എവിടെയുണ്ട്? പറയാൻ പറ്റില്ല. ആർക്കും അവിടെ പോകാനും പറ്റില്ല. മുഴുഭ്രാന്ത് ഇളകി നിൽക്കുന്ന ഒരുത്തൻ ഒരുക്കി വെച്ചിരിക്കുന്ന കൊലക്കളത്തിലേക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എങ്ങനെ പറഞ്ഞുവിടും? എന്റെ അനുവാദമില്ലാതെ ആർക്കും അവിടെ പോകാൻ പറ്റില്ല. That means you all are under arrest. സർ പ്ലീസ് സർ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു നോക്കാം രമേശിനോട്. ഒരുപക്ഷെ അയാൾ എന്തെങ്കിലും. നമുക്ക് ആലോചിക്കാം, സമാധാനമായിട്ട് നമുക്ക് ആലോചിക്കാം. രാത്രി 7:30 മണി വരെ സമയമുണ്ട്. Let God bless us all. മിസ്റ്റർ രമേശ്, പുറത്തേക്ക് വരണം. ഞങ്ങൾക്ക് രമേശിനോട് യാതൊരു പരാതിയുമില്ല. ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി. പ്ലീസ് കം ഔട്ട്. മിസ്റ്റർ രമേശ്, മെർലിൻ വരും, തോമസ് ജേക്കബും വരും. അതിനു മുമ്പ് ഞങ്ങൾക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. ഞങ്ങൾ അകത്തേക്ക് വരികയാണ്. കൊല്ലും, ഞാൻ സകലവരെയും കൊല്ലും. ഒരുത്തനും അകത്തേക്ക് വരാൻ പാടില്ല. ഒരുത്തനുമായി എനിക്ക് സംസാരിക്കുകയും വേണ്ട. എനിക്ക് വേണ്ടത് അവരെ മാത്രം, അവരെ 2 പേരെ മാത്രം. വേറെ ഒരുത്തരെ എനിക്ക് കാണണ്ട. 7:30 മണി.
7:30 മണിക്ക് ഒരുപാട് മണിക്കൂറുകളുണ്ട്. വരട്ടെ, നവദമ്പതിമാർ വന്നോട്ടെ. ഓ ഓ അവനെ പ്രകോപിപ്പിക്കരുത്, ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കരുത്, അപേക്ഷിക്കുക മാത്രം. യെസ് സർ. എല്ലാവരും ഒന്ന് ഒഴിഞ്ഞു കൊടുത്തേ, അവരൊന്നും വണ്ടി കയറട്ടെ പ്ലീസ്, ഒന്ന് ഒഴിഞ്ഞേ. അനുവദിച്ച സമയം ഉടനോടായി അറിയിച്ചേക്ക് മറന്നെ. രമേശ് തോറ്റുവന്ന്, ജീവിതത്തിൽ ആദ്യമായി തോറ്റുവന്ന്. ഓ ഓ രാക്ഷസൻ വരാൻ നേരമായി. പോവാൻ നമുക്ക്. രാക്ഷസൻ വരുമ്പോ പൊന്നുമോള് പേടിക്കരുത്, കണ്ണു മൂടാൻ നമുക്ക്. ഇത്തിരി നേരത്തേക്ക് ഞാൻ ഈ കണ്ണ് കെട്ടാം. എന്നിട്ട് നമുക്ക് ആ കോട്ടയിലേക്ക് പറക്കാം. അത് കഴിഞ്ഞ പിന്നെ എല്ലാം സുഖം.
കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ല. ഇല്ല. മോളെ, മോളെ, എന്റെ പൊന്നു മോളെ. അയ്യോ, എന്റെ മോള് മരിച്ചുപോയി. എന്റെ മോളെ നീ കൊന്നല്ലേ? എന്റെ മോളെ നീ കൊന്നല്ലേ? നിന്നെ ഞാൻ കൊല്ലും. നിന്നെ ഞാൻ കൊല്ലും. കൊല്ലും. ചത്തോ? ചത്തു. എന്നാലേ നമുക്ക് എല്ലാവർക്കും ചാകാം. വാ, വാ. എടാ, നിൽക്കാൻ. അവിടെ നിൽക്കാൻ. വിടാതെ. എന്നെ വിടാൻ. അവനെ വിടരുത്. അവനെ വിടരുത്. അവനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അവനെ എനിക്ക് കൊല്ലണം. രമേശ്, രമേശിനെ കൂട്ടിയിട്ട് പോകാൻ ഇതാരാ വന്നിരിക്കും? ഒന്നും ചെയ്യില്ല. പ്ലീസ് എന്റെ അടുത്തേക്ക് വരരുത്. എനിക്കൊന്നും അറിയണ്ട. ഒന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല. എന്റെ അടുത്ത് വന്നാൽ ഞാൻ ചാവും. ഐ വിൽ കിൽ മൈസെൽഫ്. സത്യമായി ഞാൻ ചാവും. എന്നാലേ നമുക്കെല്ലാം ചാകാം. വാ. അവനെ വിടരുത്. അവനെ കൊല്ലണോ? അവനെ കൊല്ലണോ? അവൻ ചാകണോ? അവനെ എനിക്ക് കൊല്ലണോ? മോനെ, രമേശ, മോനെ, 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 എന്റെ അമ്മ, എന്റെ മോൻ, എന്റെ മോൻ, മോനെ. എന്നോട് പൊറുക്കണം. രമേശ്, എന്താ ഇത്? രമേശ്, എനിക്ക് രമേശിനോട് ഒരു സോറി പറഞ്ഞേ പറ്റൂ. ഐ എം എക്സ്ട്രീംലി സോറി. എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് അറിയില്ല. എല്ലാ തെറ്റുകൾക്കും മാപ്പ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കുറ്റം, 3.5 മണിക്കൂർ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കുറ്റം, കൊല ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ കുറ്റം ഒക്കെയുണ്ട്. എങ്കിലും സാരമില്ല. ഈ ലോകം രമേശിനോടാണ് മാപ്പ് പറയേണ്ടത്. ആ ഭാഗ്യമുദ്ര തിരികെ തന്നേക്കാം.
ചോദിക്കുമ്പോ തരാൻ വേണ്ടി വെച്ചതാണ് പോക്കറ്റില്.